കാന ബത്നി ലക വിആ വസബീ ലക സിഖാ വഫഖ്ദി ലക വിതാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യ, അവന്റെ ഇടതുഭാഗത്ത് നിന്നുകൊണ്ട് പിശാച് പറയുകയാണ്, ശൈത്താൻ പറയുകയാണ്, ഉമ്മാന്റെ കോലത്തിൽ വന്നു നിന്ന് തന്റെ മകനോട് പറയുന്ന പോലെ പറയുകയാണ്, യാ ബുനയ്യ, മകനേ, കാന ബത്നി ലക വിആ, എന്റെ വയറ് നിനക്ക് സംരക്ഷണ കേന്ദ്രമായിരുന്നില്ലേ? ഈ 10 മാസ കാലയളവിൽ നിന്നെ സൂക്ഷിച്ച ഗേഹമല്ലേ മകനെ എന്റെ വയറ്. വകാന സബീലക സിഖാ, എന്റെ മാറിടം നിനക്ക് പാനപാത്രമായിരുന്നില്ലേ മകനെ? നീ വിശന്ന് കരയുമ്പോ, നിന്റെ തൊണ്ട വരണ്ടു പോകുമ്പോ, നിന്റെ ചുണ്ട ഉണങ്ങുമ്പോ എന്റെ മാറിടം നിനക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ? വകാന സദീലക സിഖാ, എന്റെ മാറിടം നിന്റെ പാനപാത്രമായിരുന്നില്ലേ മകനെ? വകാന ഫഖ്ദീ ലക വിതാ, നീ കരയുമ്പോ എന്റെ 2 തുടയുടെ മുകളിൽ നിന്നെ തൊട്ടിൽ പോലെ ഇട്ട് ഞാൻ താരാട്ട് പാടിയില്ലേ മകനെ? നിന്റെ ഉമ്മാന്റെ ആഗ്രഹമാണ് മകനെ, മുത്തഅലാ ദീനിൻ നസാറാ വഹുവ ഖൈറുൽ അദിയാൻ. മോനെ, നിന്റെ ഉമ്മ നസ്രാണിയുടെ മതത്തിലാണടാ ജീവിച്ചു മരിച്ചത്. എന്റെ മകനായ നിന്നോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാ. അതുകൊണ്ട് മകനെ, മുതഅലാ ദീനിൻ നസാറാ, നസ്രാണിയുടെ മതത്തിൽ നീ മരിക്കണേ, മരിക്കണേ. വഹുവ ഖൈറുൽ അദിയാൻ, ഏറ്റവും ശ്രേഷ്ഠമായ മതം, ഏറ്റവും ഉത്കൃഷ്ടമായ മതം ആ നസ്രാണി മതമാണ് മകനെ. ആ മതത്തിന്റെ പിൻഗാമിയായി, അനുയായിയായി നീ മരണപ്പെടണമേ. സാലിഹീങ്ങളായ മനുഷ്യനെ തകർക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കുമ്പോഴാണ് മലക്കുൽ മൗത്തും അനുയായികളും താഴേക്ക് ഇറങ്ങി വരുന്നത്. ദനാ മിൻഹു മലക്കുൽ മൗത്ത് വദഫഅ അൻഹു ശൈത്താൻ. മലക്കുൽ മൗത്തിന്റെ വരവ് കാണുമ്പോൾ പിശാച് അവരെ കണ്ടിട്ട് ഓടും, പിശാച് അവരെ കണ്ടിട്ട് ഓടും. അള്ളാഹു ആ മരണം നമുക്ക് നസീബാക്കട്ടെ. അങ്ങനെ ആ സാലിഹീങ്ങളെ കളിപ്പിക്കാൻ നടക്കൂല, ഈമാനുള്ളവരെ പറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ആരൊരാൾക്ക് നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ കാണണമോ, അവനെ കണ്ട് അനുഗ്രഹം വാങ്ങണമോ, അവന്റെ പ്രതാപത്തെയും അവന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ നിനക്ക് സുജൂദ് ചെയ്യണമോ, ഫൽയഅമൽ അമലൻ സാലിഹാ, സാലിഹായ കർമ്മങ്ങൾ ചെയ്യണമേ. വലാ യുശ്രിക് ബില്ലാഹി അഹദാ, ഒരു കാരണവശാലും അല്ലാഹ്ക്ക് എതിര് പ്രവർത്തിക്കരുത്, എതിര് പ്രവർത്തിക്കരുത്. അല്ലാഹുവിന്റെ ഫാൻസുകളാകണമേ, മനുഷ്യന്മാരുടെ ഫാൻസുകൾ ആകരുതേ. ഖുർആൻ, ഖുർആൻ അള്ളാന്റെ ഫാൻസ് ആയി ജീവിച്ചു മരിച്ചോളി, എങ്കിൽ രക്ഷ. മറ്റുള്ളവരുടെ ഫാൻസ് ആയാൽ അവനോടൊപ്പം നാളെ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ പാപമാണ് അൽ ഇശ്റാഖു ബില്ലാഹ്. വൻപാപങ്ങളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അതിൽ നമ്പർ 1 ഒന്നാമത്തെ പാഠമാണ് അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിക്കുക, അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിക്കുക. ആ എതിരുണ്ടാകാതിരിക്കാൻ കൃത്യമായി നമസ്കരിക്കണേ, നമസ്കരിക്കണേ, നമസ്കരിക്കണേ. സുബഹയുടെ നമസ്കാരം മുടക്കരുത്, സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കരുത്. അതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇഷ്ടപ്പെടുമത്രേ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ.
രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബി അക്ബറിൽ കബായിർ, വൻപാപങ്ങളുടെ പട്ടികകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും നബിയേ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കലോ അടിക്കലോ തെറി പറയുകയോ ചെയ്യലോ മാത്രമല്ല. ഇടിക്കലോ അടിക്കലോ തെറി പറയുകയോ ചെയ്യത് മാത്രമല്ല ഉഖൂഖുൽ വാലിദൈൻ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൻഭാവങ്ങളിൽപ്പെട്ട കാര്യമാണല്ലോ ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം അവരോട് നിറവേറ്റി കൊടുക്കണം. ആ സത്യത്തിന് എതിര് നിൽക്കുന്നവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണ്. വല്ലാഹി സത്യം, ഞാൻ കളിക്കാൻ പോയിട്ടില്ല ഉമ്മ. അവൻ കളി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൻ കളി കഴിഞ്ഞിട്ട് വല്ലാഹി സത്യം ഞാൻ ഫുട്ബോൾ കാണാൻ പോയിട്ടില്ല ഉമ്മ, വല്ലാഹി സത്യം ഞാൻ സീരിയൽ കണ്ടിട്ടില്ല ഉമ്മ, അല്ലാഹുവാണ് സത്യം ഞാൻ നിസ്കരിച്ചു ഉമ്മ. നിസ്കരിച്ചിട്ടില്ല. എത്ര തെറ്റാ കള്ളസത്യം ചെയ്യുന്നത്. വലിയ അത് മൻഭാവ. അലാ വഖൗലു സൂർ വശഹാദതു സൂർ, കള്ളസത്യം ചെയ്യൽ പാവമാണ്. ചെറിയ പാവമല്ല, വൻപാവമാ. ഒന്നുകിൽ അവനെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് 80 അടി അടിക്കട്ടെ, അതല്ലെങ്കിൽ അവൻ 3 നോമ്പ് അവൻ നോറ്റുകൊള്ളട്ടെ. 3 നോമ്പ് കള്ളസത്യം ചെയ്തേന്. കള്ളസത്യം ചെയ്യരുത്, ഉപ്പയോടായാലും ഉമ്മയോടായാലും. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇദാ ഖസമ അലൈഹിമാ ലം യബറഹുമാ, അവരോട് ചെയ്ത ആ സത്യമുണ്ടല്ലോ, ആ സത്യത്തെ യാഥാർത്ഥ്യമാക്കണം. ആ സത്യത്തിന് എതിരെ പ്രവർത്തിച്ചാൽ അവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനായി. വൈദാ സഅലക വലം യുതി ലഹുമാ, മാതാപിതാക്കൾ രണ്ടുപേരും നിന്നോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അവർക്കത് കൊടുക്കാതിരുന്നാൽ അവരെ നീ വേദനിപ്പിച്ചവനാണെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. 10 റുപ്യ താ, ഒരു 1000 റുപ്യ മോനെ, ഒരു 1000 റുപ്യ താ, 2000 റുപ്യ താ, ഒരു 500 റുപ്യ താ, ഈ ഗുളിക വാങ്ങിക്കൊണ്ടുവാ, ഈ മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. വാപ്പ ഉമ്മ നിന്നോട് പറഞ്ഞു, എന്നിട്ട് നീ അത് സാധിച്ചു കൊടുത്തിട്ടില്ല. നീ തെറി പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. നീ അങ്ങനെ ചെയ്തില്ല. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് എതിര് പ്രവർത്തിക്കുന്നതിന് നീ ഇത് കാരണമായാൽ തീർച്ചയായും നീ ആരായി? വൻഭാവം ചെയ്തവനായി. മാതാപിതാക്കളെ വേദനിപ്പിക്കൽ വൻഭാവം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞതായി കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാതാപിതാക്കൾ നിന്നോട് ഏതെങ്കിലും വസ്തുക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ടോ, അതവർ ചോദിക്കുമ്പോൾ നിങ്ങൾ മടക്കി കൊടുക്കണേ. അതിൽ വീഴ്ച വരുത്തിയാൽ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചവരായി പോകും. അതിന്റെ പേരിൽ നാളെ ആഖിറം നിങ്ങൾക്ക് നഷ്ടമാ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു. നമ്മളോട് ഉപ്പയോ ഉമ്മയോ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്വത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ചോദിച്ചാൽ മടക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്റെ പട്ടികയിൽ നിന്നെ അള്ളാഹു കൊണ്ടു നിർത്തും. അവിടെ ശിക്ഷയാണ്, വൻപാപമാണ് മാതാപിതാവിനെ വേദനിപ്പിക്കൽ. അതാണ്. ചോദിച്ചാൽ കൊടുക്കണം, അവരോട് സത്യം ചെയ്താൽ അത് നിറവേറ്റണം. വല്ല ഉത്തരവാദിത്തപ്പെട്ട സാധനങ്ങൾ നിന്നെ ഏൽപ്പിച്ചാൽ അത് കറക്റ്റായിട്ട് അത് മടക്കി കൊടുക്കണം. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ല മാതാപിതാക്കളെ തെറി പറയൽ മാത്രമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിലെ ഏറ്റവും വലിയ പാപമാണ് ശത്മുർ റജുലി വാലിദൈ, ഒരാൾ തന്റെ ഉമ്മയെയോ ഉപ്പയെയോ തെറി പറയുക. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ ഹൽ യശ്തിമുർ റജുലു വാലിദൈ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറി പറയുമോ നബിയേ? ആരെങ്കിലും തെറി പറയുമോ നബിയേ?
വാപ്പയും ഉമ്മയും ആരെങ്കിലും തെറി പറയോ, അസഭ്യം പറയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യസുബ്ബു അബാഹു ഫയസുബ്ബു അബാഹു ഫയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു കമാ ഖാല റസൂലുള്ളാഹി. ഒരാൾ തന്റെ ഉപ്പയ്ക്ക് ചേർത്ത് വിളിച്ചാൽ അവനും അവന്റെ ഉപ്പയെ ചേർത്ത് വിളിക്കും. ഒരാൾ തന്റെ ഉമ്മയെ ചേർത്ത് വിളിച്ചാൽ അവനും തന്റെ ഉമ്മയെ ചേർത്ത് വിളിക്കും. നിന്റെ ഉപ്പയാണടാ ചെയ്തത്, നിന്റെ ഉപ്പയാണാ ചെയ്തത്, നിന്റെ ഉമ്മയാടാ, നിന്റെ ഉമ്മയാടാ, അങ്ങോട്ട് രണ്ടുപേർക്കായില്ലേ. ഉപ്പ ചിലപ്പോൾ മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ കുടലിട്ടിട്ട് കിടക്കുകയായിരിക്കും. ആ ഉപ്പാക്ക് ഇവിടെ നിന്ന് മകൻ കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ. തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, അങ്ങനെ തന്നെ പറയാം. തന്ത തള്ള എന്നൊക്കെ പറയാം, ഇച്ചിരി മോശമായ വാക്ക് നമ്മുടെ നാട്ടിൽ പറയും. തമിഴ്നാട്ടിൽ തന്ത എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസ്സരം വാപ്പായ വിളിക്കുന്ന പേരാ. ഗണ്യമിகு ആസിரியർ തന്തൈ അവർക്ക് മാണവൻ എഴുതും കടിതം എന്നൊക്കെ പറഞ്ഞിട്ട് തന്തൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനത്തോടു കൂടി വാപ്പായ വിളിക്കുന്ന പേരാണ്. എൻ തന്തൈ അവർകൾ, എൻ തായാർ അവർകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്തൈ തായാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഹത്വത്തോട് വിളിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ തന്തേന്നങ്ങനെ വിളിച്ചാൽ അതിൻ്റെ പല്ലൊന്നും കാണൂല വായി സംഭവം. അങ്ങനെ വിളിക്കൽ വൻഭാവമാണ്, 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 വൻഭാവമാണ്. ഇന്ന് മക്കള് മാതാപിതാക്കളെ തെറി പറയും. അല്ലാ, പാവം, കഷ്ടം. മാതാപിതാക്കളെ തെറി പറയും. മാതാപിതാക്കൾ ഇതാ മാത ഇദാ ദുഫിന ഖവാലിദൈ അസറഹുൽ ഖബറു ഹത്താ തഖ്തലിഫ ഫീഹി അളലാഉഹു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാവിനെയോ പിതാവിനെയോ തെറി പറഞ്ഞവൻ, വേദനിപ്പിച്ചവൻ, പീഡിപ്പിച്ചവൻ, അടിച്ചവൻ, ആക്രോശിച്ചവൻ, ആക്ഷേപിച്ചവൻ, അധിക്ഷേപിച്ചവൻ, അപരാധം പറഞ്ഞവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ടാൽ അസറഹുൽ ഖബറു ഹത്താ തഖ്തലിഫ ഫീഹി അളലാഉഹു. അവനെ ഖബർ ഞെരുക്കി കളയും, അവനെ പിഴിഞ്ഞെടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അവന്റെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ അവനെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാവിനെ വേദനിപ്പിച്ചവൻ, ഇനി എത്ര മുസ്ലിയായാലും തങ്ങളായാലും ഔലിയായാലും ആരായാലും, വാപ്പായും ഉമ്മായും വേദനിപ്പിച്ചിട്ട് ഖബറിലേക്ക് പോയാൽ അവന്റെ ഖബർ ഞെരുക്കി പിഴിയ. അസീർ, അസീറാത്ത്, ജ്യൂസുകൾ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പിന്റെ കണ്ടില്ലേ, ആ കരിമ്പിന്റെ കോലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞ് ഇതേപോലെ ഖബർ പിഴിഞ്ഞെടുക്കും. ഉപ്പയും ഉമ്മയും വേദനിപ്പിച്ചവൻ വൻപാവമാണ്. വൻപാപം, വൻപാപം, ചെറിയ പാവം അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ഔഹല്ലാഹു സുബ്ഹാനഹു വതആല ഇലാ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. യാ മൂസാ വഖിർ വാലിദൈക്. ഏ മൂസാ, മാതാപിതാക്കളെ, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണേ, ആദരിക്കണേ, ബഹുമാനിക്കണേ, ആദരിക്കണേ. ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വമൻ വഖറ വാലിദൈ മദത്തു ലഹു ഫീ ഉംരിഹി വവഹബതു ലഹു വലദൈ യുവഖിറുഹു. ആരൊരാൾ മാതാപിതാക്കളെ ബഹുമാനിച്ചുവോ, ആദരിച്ചുവോ, സഹായിച്ചുവോ, ഏ മൂസാ, അവർക്ക് ഞാൻ സന്താനങ്ങളെ നൽകും. ആ സന്താനം ആ മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല മൂസാ മദത്തുഹു ഫീ ഉംരിഹി, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരുടെ ആയുസ്സ് നാം അധികരിപ്പിച്ചു കൊടുക്കും. മൂസാ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ ആയുസ്സ് അധികരിക്കും, ആയുസ്സ് അധികരിക്കും. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മടങ്ങിപ്പോയി. എന്റെ റൂഹിനെ പിടിക്കാത്തത്? അദ്ദേഹം മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ്. മദത്തുലഹു ഫീ ഉംരിഹി, അവന്റെ ഉംർ, അവന്റെ വയസ്സ് ഞാൻ അധികരിപ്പിച്ചു കൊടുക്കും. വാപ്പാക്കും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നവൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 7 വൻപാപങ്ങൾ എന്ന വിഷയമാണ് ഈ വിനീതൻ്റെ മേൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മെ നശിപ്പിച്ച് കളയുന്ന വൻപാപങ്ങൾ. 7 പാവങ്ങൾ മാത്രമല്ല. ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം
70ഓളം പാപങ്ങൾ വൻ പാപങ്ങളാണ്. അത് 7ആയി നമ്മൾ ചുരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു ചുരുക്കമാണ് 7 സബഉൽ മൂബിഖാത്ത് എന്ന് പറയുന്നത്. 7 നശിപ്പിക്കുന്ന പാപങ്ങൾ, നമ്മുടെ ശരീരത്തെ നരകത്തിന് വേണ്ടി കൊടുക്കുന്ന പാപങ്ങളാണ്. സ്വർഗം നമുക്ക് നഷ്ടമായി പോകുന്ന പാപങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പ്രവാചകർ, ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്ത വഴികളെ നാം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഞാനോ നിങ്ങളോ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ചെറിയ ഒരു വാക്കുപോലും വൻപാപത്തിൽ പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ. അനാവശ്യമായ ഒരാളെക്കുറിച്ച് അപരാധം പറയൽ വൻപാപമാണ്. പലിശ തിന്നൽ വൻപാപമാണ്. ഉമ്മയെ ഉപ്പയെ വേദനിപ്പിക്കൽ വൻപാപമാണ്. യതീമായ മക്കളുടെ സമ്പത്ത് അത് അപഹരിക്കൽ അത് വൻപാപമാണ്. ഇതേപോലെ ഒരുപാട് പാപങ്ങളെ കുറിച്ച് ഇങ്ങനെ എണ്ണുന്നുണ്ട് ഹദീസുകളിൽ. നമ്മൾ സാധാരണഗതിയിൽ 1, 2, 4 ചില പാപങ്ങൾ മാത്രമാണ് കാണുന്നത്. ഒരാൾക്ക് നാളെ ആഖിറത്തിൽ സ്വർഗം കിട്ടണമെങ്കിൽ ഈ പാപങ്ങളിൽ നിന്ന് അവൻ ഒഴിവായിരിക്കണമെന്നാണ് അള്ളാഹു വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ആ വ്യവസ്ഥയെ പരിപൂർണമായി പാലിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷവും സമാധാനവും സഹായവും ലഭിക്കുക. അതുകൊണ്ട് ഞാനും നിങ്ങളും അൽഹംദുലില്ലാഹ് ഈ ഇൽമിൻ്റെ സദസ്സിൽ വെച്ച് ഈ പാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്കതിൽ നിന്ന് കഴിവതും ഒഴിവാകാനൊരു പ്രതിജ്ഞ എടുക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പ്രഭാഷണം പറയലും കേൾക്കലും കൊണ്ടുള്ള ലക്ഷ്യം അതാണ്. ആൾ കൂടുതൽ, റോഡ് ബ്ലോക്ക് ആകണം, അങ്ങനെ ആളുകൾക്ക് ഇരിക്കാൻ കസേരയില്ലാതെ അവർ ഓടുന്നത് വരുന്നത്, ഇതൊക്കെയാണ് ഭയങ്കര നമ്മുടെ പരിപാടിയുടെ വിജയം. ചില സ്ഥലങ്ങളിൽ പരിപാടിയുടെ വിജയം നല്ല കളക്ഷൻ, നല്ല വിജയം. അതല്ലാതെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചോ അത് നമുക്ക് ജീവിതത്തിൽ പഠിക്കാനുള്ള വിഷയങ്ങളാണോ, അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വാളിൻ്റെ സദസ്സുകളിൽ ഒരു ചൈതന്യമില്ലാതെ പോയത്. വാളിൻ്റെ സദസ്സിൽ ചൈതന്യമില്ലാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഓരോരോ കിലോമീറ്ററുകൾ കഴിയുന്തോറും മതപ്രഭാഷണങ്ങളാണ്. പ്രഭാഷണങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. മഴയ്ക്കും വെള്ളത്തിനുമാണ് ക്ഷാമം. പ്രഭാഷണത്തിന് ഒരു ക്ഷാമവുമില്ല. എനിക്ക് തോന്നുന്നു പ്രഭാഷണം കൂടിയത് കൊണ്ടായിരിക്കാം നമ്മുടെ അധർമ്മങ്ങൾ അധികരിക്കുന്നത് എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ബഹുമാനപ്പെട്ട മഹാനവറുകൾ സമർക്കന്ത് റഹ്മത്തുള്ളാഹി അലൈഹി, സമർക്കന്ത് പണ്ഡിതന്മാരുടെ ഒരു വലിയ തറവാടാണ്. പല സമർക്കന്ത് ഇമാമിങ്ങളുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ താരീഖുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു മഹാനായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രഭാഷണത്തിലും സംസാരത്തിലും കേൾവിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വഴികളെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വൻപാപങ്ങളെ വർജിക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى. ഈ ദുനിയാവിൻ്റെ നിസാരതയെ അല്ലാഹു ഖുർആനിലൂടെ നമ്മൾ അറിയിച്ചു തരികയാണ്. ഈ ദുനിയാവിൻ്റെ രസാനുഭൂതികൾ കണ്ടിട്ട് ആഖിറത്തെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ദുനിയാവിൻ്റെ നശ്വരതയും ദുനിയാവിൻ്റെ നഷ്ടത്തെയും ദുനിയാവിൻ്റെ നിസാരതയും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വെളിവാക്കി തന്നിട്ട് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ വൻപാപങ്ങൾ വർജിക്കുന്നവരായാൽ സാലിഹീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യാൻ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന ഈ ഭൗതിക ഗേഹമാണ് നമുക്ക് വലുത്, അതാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ മതാഉൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ്. കേവലം നമ്മെ വഞ്ചിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ഭവനമാണ് ദുനിയാവ്. വഹ്ദർ, അതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളി. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ
വൽബാഖിയാതുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. സമ്പത്തും പ്രതാപവും അധികാരവും ദുനിയാവും അത് അലങ്കാരമാണ്. സീനത്തുൽ ഹയാത്തി ദുനിയാ, അത് ദുനിയാവിന്റെ അലങ്കാരമാണ്. വൽബാഖിയാതുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ദുനിയാവിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന നന്മകളുണ്ടല്ലോ, അവന്റെ ഖബറിലേക്ക് അവനോടൊപ്പം അനുഗമിക്കുന്ന നന്മകളുണ്ടല്ലോ, അവൻ ഉപേക്ഷിച്ചിട്ട് പോയ നന്മകളുണ്ടല്ലോ, അതാണ് നാളെ ആഖിറത്തിൽ അവന്റെ സമ്പത്ത്. വൽബാഖിയാതുസ് സാലിഹാത്ത്. ഈ ദുനിയാവിൽ അവൻ എന്താണ് ബാക്കി വെച്ചിട്ട് പോയത്? എന്താണ് ബാക്കി വെച്ചിട്ട് പോയത്? കുറെ മദ്യപിച്ചു, വ്യഭിചരിച്ചു, പലിശ തിന്നു, ലോട്ടറി എടുത്തു, ഹറാമിന്റെ വഴികളെ തെരഞ്ഞെടുത്തു. അതായിരുന്നു ദുനിയാവിൽ അവന്റെ സമ്പാദ്യം. അതായിരിക്കും നാളെ ഖബർ മുതൽ മഹ്ശർ വരെ അവനോടൊപ്പം അനുഗമിക്കുക. ഓർക്കണം, ദുനിയാവിൽ എന്താണോ നമ്മൾ ചെയ്തു വെച്ചത് അത് തന്നെയായിരിക്കും നാളെ ആഖിറത്തിലും കിട്ടുക. ഖബർ മുതൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. മരിക്കുന്ന സമയത്ത് അവനിതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ മരിക്കുകയുള്ളൂ. ഈ പറയപ്പെട്ട തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ ഒഴിവാകാൻ തയ്യാറില്ല എങ്കിൽ, ഇതിന്റെ ഗൗരവം അല്ലാഹുവും റസൂലും നമുക്ക് വ്യക്തമാക്കിയിരിക്കെ, ഇതിൽ നിന്ന് ഒഴിവാകാൻ ഈ സമുദായം തയ്യാറായില്ല എങ്കിൽ മരിക്കും അവന്റെ മരണം അപകടമായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം പിശാചാണല്ലോ നമ്മളെ ഈ വഴികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്, നശിപ്പിക്കുന്ന പാവങ്ങളെ നിങ്ങൾ വർജിക്കണേ, വർജിക്കണേ. 7 വൻ പാപങ്ങളെ പരിപൂർണമായി വർജിക്കണേ. ഫദകറ മിൻഹാ, അതിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് താക്കീത് നൽകിക്കൊണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ്, ഒന്ന് അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് എതിര് പ്രവർത്തിക്കരുത്, അവനെതിരാളികളെ കണ്ടെത്തരുതേ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവന്റെ മുന്നിലല്ലാതെ നിങ്ങൾ നെറ്റിത്തടം സമർപ്പിക്കരുത്, സമർപ്പിക്കരുതേ. വൻപാപമാണ്, വൻപാപമാണ്. ആരാധ്യൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളെ നമ്മൾ ആരാധിക്കുന്നതിന് വേണ്ടി തയ്യാറായാൽ അത് ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. അത് നരകത്തിലേക്കുള്ള വഴിയാണ്. ഹബീബുനാ റസൂലുള്ളാഹി അൽ-ഇശ്റാഖു ബില്ലാഹ് വസ്സിഹ്റു, മാരണം പ്രവർത്തിക്കൽ, ഒരാളെ നശിപ്പിക്കാനും തകർക്കാനും എന്ന വ്യാമോഹത്തോടുകൂടി മാരണം ചെയ്യൽ, അത് സിഹ്ർ, അത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഖത്ലുൻ നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അനാവശ്യമായി ഒരാളെ വധിക്കരുതേ, വധിക്കരുതേ. അല്ലാഹു ആദരിച്ച മനുഷ്യനെ നിങ്ങൾ അകാരണമായി വധിച്ചു കളയരുതേ. അത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. വാക്കലു മാലിൽ യതീം, അനാഥ മക്കളുടെ സമ്പത്ത് തിന്നുന്നവനെ, അനാഥ മക്കളുടെ സ്വത്ത് തിന്നുന്നവനെ, അനാഥ മക്കളുടെ വിഭവങ്ങൾ കഴിക്കുന്നവനെ, അവന്റെ വയറ്റിൽ അവൻ തീയാണ് നിറച്ചു കൂട്ടുന്നതെന്ന് ഖുർആൻ. അതുകൊണ്ട് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ് അക്ലു മാലിൽ യതീം, യതീമായ മക്കളുടെ സ്വത്ത് തിന്നുക. അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്, വഅക്ലുർ റിബാ, വഅക്ലുർ റിബാ, പലിശ, പലിശ തിന്ന, പലിശ തിന്ന. അതൊക്കെ വിശദീകരണം ഇൻഷാ അല്ലാഹ് പുറകെ വരും. പലിശ തിന്നുക, പണത്തിന് വേണ്ടി ധാരാളം സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യമായി അള്ളാഹു നിരോധിച്ച ഈ പലിശ സമ്പ്രദായവുമായി ബന്ധപ്പെടുക, അതുമായി കഴിഞ്ഞുകൊടുക, അത് വൻപാപം. ആറാമതായ വഖദ്ഫുൽ മുഹ്സിനാത്ത് അൽ ഗാഫിലാത്ത്,
സാധുക്കളായ എത്രയോ പാവപ്പെട്ട പതിവ്രതകളായ പെണ്ണുങ്ങളുണ്ട്. സാധുക്കളായ പതിവ്രതകളായ പെണ്ണുങ്ങളുണ്ട്, എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഈ സാധുക്കളായ പെൺകുട്ടികളെ കുറിച്ച് അനാവശ്യങ്ങളും അപരാധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ അത് നമ്മുടെ നാട്ടിലുണ്ട്. അപരാധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നും മനസ്സിലാക്കാതെ ഒന്നും അറിയാതെ, അതെന്തുവാകട്ടെ ആരെയാകട്ടെ, പെണ്ണുങ്ങളെന്ന് മാത്രമല്ല അത് ആണുങ്ങളെ ആയാൽ തന്നെയും അപരാധം പറഞ്ഞ് നടക്കുന്നവർ ശ്രദ്ധിക്കണം. അത് വൻ പാവങ്ങളിൽപ്പെട്ട കാര്യമാണ്, വൻ പാവങ്ങളിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിഅക്ബറിൽ കബായിർ. വൻപാപങ്ങളുടെ പട്ടികകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു പറയട്ടെയോ? വൻപാപം ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സഹാബ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. അറിയിച്ചു തന്നാലും നബിയേ, അറിയിച്ചു തന്നാലും നബിയേ. അല്ലാഹുവിന്റെ റസൂല് ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വൻപാപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നാം അറിയിച്ചു തരട്ടെയോ സഹാബ? ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഒന്നടങ്കം പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്. അതെ, അറിയിച്ചു തന്നാലും നബിയേ, അറിയിച്ചു തന്നാലും ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഇശ്റാഖു ബില്ലാഹ്. അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കരുത്, എതിര് പ്രവർത്തിക്കരുത്. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വഉഖൂഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ ആദരിക്കണേ, ആദരിക്കണേ. അവരെ ബുദ്ധിമുട്ടിക്കരുത്, തെറി പറയരുത്, പരിഹസിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അത് വൻപാപമാണ്, വൻപാപമാണ്. നബിയുനാ റസൂലുള്ളാഹി വകാന മുത്തഖിഅൻ ഫജലസ. അല്ലാഹുവിന്റെ റസൂൽ മെല്ലെ ചാരിയിരുന്ന് ഫഖാല, വീണ്ടും പറയുകയാണ്, അലാ വഖൗലു സൂർ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, അറിയണേ, നിങ്ങൾ അറിയണേ, അറിയണേ. അനാവശ്യ വർത്തമാനങ്ങളുണ്ടല്ലോ, ആവശ്യമില്ലാത്ത സംസാരങ്ങളുണ്ടല്ലോ, കളവ് പറയലുണ്ടല്ലോ, അത് വൻപാപമാണ്, വൻപാപമാണ്. വശഹാദത്തു സൂർ. കള്ളസാക്ഷ്യം വഹിക്കുന്നവരെ, കള്ളസാക്ഷ്യം വഹിക്കുന്നവരെ, കള്ളത്തിന് കൂട്ട് നിൽക്കുന്നവരെ, അധർമ്മത്തിന് കൂട്ട് നിൽക്കുന്നവരെ ഓർക്കണേ, അത് വൻപാപമാണ്, വൻപാപമാണ്. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഒരു സംസാരം, നമ്മൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന സംസാരം, കളവ് പറയൽ, അനാവശ്യ സംസാരങ്ങൾ, ഇതെല്ലാം വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. കളവ് പറയൽ വൻപാപമാണ്, കള്ളസാക്ഷ്യം വഹിക്കൽ വൻപാപമാണ്, കള്ളസത്യം ചെയ്യൽ, കള്ളസത്യം ചെയ്യൽ, കള്ളസത്യം ചെയ്യൽ വൻപാപമാണ്. ശ്രദ്ധിച്ചോണം, നല്ലപോലെ ശ്രദ്ധിച്ചോണം. കച്ചവടം ചെയ്യുന്നവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു തരുന്നു, 7 വൻപാപങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കൽ, ശിർക്ക് വെക്കുക എന്നുള്ള കാര്യമാണ്. അൽ ഖബായിർ, വൻപാപം എന്ന് പറഞ്ഞാൽ മാ നഹല്ലാഹു അൻഹു വ റസൂലുഹു. അള്ളാഹുവും റസൂലും നിരോധിച്ച ഓരോരോ കാര്യങ്ങൾ, പല പല റിവായത്തുകളും പല പല അഭിപ്രായങ്ങളും ഒക്കെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്ന പോലെ 70ഓളം പാപങ്ങളാണ് വൻപാപങ്ങളിൽപ്പെട്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അഭിപ്രായം. 70ഓളം പാപങ്ങൾ. അങ്ങനെ നോക്കിയാൽ നമ്മൾ എല്ലാവരും വൻപാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്, ചെയ്ത് തീർന്നവരല്ല, ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. അത് ഇന്നും നാളെയും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി നാളെ മുതലെങ്കിലും ഇന്ന് മുതലെങ്കിലും ഞാൻ നിങ്ങൾ മാറാനുള്ളൊരു പരിശ്രമമാണ് ഉണ്ടാകേണ്ടത്. ഇതിൽ നിന്ന് ഒഴിവാകണം, ഈ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. അള്ളാഹു അതിൻ്റെ മഹാന്മാരൊക്കെ ബർക്കത്തോടെ നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. പരിശ്രമിക്കാം, പരിശ്രമിക്കാം. ഞാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ സാധിക്കും. അല്പമെങ്കിലും പരിശ്രമിക്കണം, അതാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ 3 കാര്യങ്ങളെ കൊണ്ട് ആരെങ്കിലും എന്നോട് പ്രതിജ്ഞയെടുക്കാൻ തയ്യാറുണ്ടോ, ബൈഅത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ്. കടന്നു വരണമേ, കടന്നു വരണമേ. അതിലൊന്ന്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അവനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. അവനാണ് നിങ്ങളുടെ ആരാധന, അവനാണ് നിങ്ങളുടെ സംരക്ഷകൻ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അവനാണ് നിങ്ങളെ ഉദ്ധരിക്കുന്നവൻ, അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ. ലാ തുശ്രികൂ ബിഹി ശൈആ. ഒരു കാരണവശാലും അവന് നിങ്ങൾ എതിര് പ്രവർത്തിക്കരുത്, എതിര് പ്രവർത്തിക്കരുത്. ആരൊരാള് ബൈഅത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കളോട് പറയുകയാണ്, സ്ത്രീ സഹോദരിമാരെ, വനിതകളെ, പെങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ബൈഅത്തിന് വേണ്ടി വരുന്ന ബഹുമാനപ്പെട്ട സഹോദരിമാരോട് അല്ലാഹു നൽകുന്ന കൽപ്പന എന്തെന്ന് പറയട്ടെയോ? യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹ്. നബിയേ, അങ്ങയുടെ സവിധത്തിൽ പ്രതിജ്ഞയെടുക്കാൻ വരുന്ന സഹോദരിമാരുണ്ടല്ലോ, വിശ്വാസിനികളുണ്ടല്ലോ നബിയേ, അവരോടൊക്കെ പ്രതിജ്ഞയെടുക്കേണ്ടത് 1-ാമത്തെ അധ്യായം അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ. അല്ലാഹുവിനോട് യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുതേ, പങ്കു ചേർക്കരുതേ, പങ്കു ചേർക്കരുതേ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന സത്യം നിങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണേ. അങ്ങനെ ബൈഅത്ത് ചെയ്യണേ, പ്രതിജ്ഞ എടുക്കണേ. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉത്തരവാണ് അല്ലാഹു തആല കൽപ്പിക്കുന്നു. പ്രതിജ്ഞ എടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടായിരിക്കണം. അവനല്ലാതെ ഒരു ഇലാഹ് നമുക്കില്ല, അവനാണ് നമ്മുടെ ഇലാഹ്. അതിൽ ഒരു കാരണവശാലും വേറെ ഒരു ഇലാഹുണ്ട്, വേറെ ഒരാളുണ്ട് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ ആരാധന അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളെല്ലാം പൊട്ടിപ്പോകും. അതുണ്ടാകാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യഖൂലുല്ലാഹു തബാറക വ തആല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഇന്നി അഗ്ഫിറു ലക അലാ മാ കുൻത അലൈഹി. നീ ഏതൊരു തെറ്റ് ചെയ്തിരുന്നുവോ ആ തെറ്റിന്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണെന്ന് നിനക്കറിയാം എന്നിരിക്കെ ആ പാവങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും എന്ന് നീ പരിപൂർണ വിശ്വാസത്തോടുകൂടി നീ എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആ ചെയ്താൽ, എന്നോട് നീ പൊട്ടിക്കരഞ്ഞ് എന്നോട് നീ അഭയം തേടിയാൽ നിനക്ക് ഞാൻ എല്ലാം മാപ്പാക്കി തരും. ആദമിന്റെ മോനെ, ആദമിന്റെ മോനെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതിആ മാ ലം തുശ്രിക് ബി ശൈആ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നമുക്കിതാ അറിയിച്ചു തരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ആദമിന്റെ മോനെ, ആദമിന്റെ മകളെ, ഈ ഭൂമി നിറയെ പാപങ്ങളുമായി നീ എന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മാലം തുശ്രിക് ബി ശൈആ, എനിക്കെതിരെ ഒരാരാധ്യ വസ്തുവിനെ നീ ഉണ്ടാക്കി തീർക്കാതെ, ആരാധനയ്ക്കായി ഞാനല്ലാതെ മറ്റൊരു വ്യക്തിയെ നീ തെരഞ്ഞെടുക്കാതെ പാപങ്ങളുടെ
കൂമ്പാരവുമായി നീ എൻ്റെ അരികിലേക്ക് കടന്നു വന്നാൽ ഈ ഭൂമി നിറയെ പാപമോചനവുമായി നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നതാണെന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അല്ലാഹു പാപങ്ങൾ ഏറ്റെടുക്കും. പക്ഷെ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഫാൻസ് നമ്മൾ മാറിയാൽ അത് അല്ലാഹു ഏറ്റെടുക്കൂല. അതാണ് അല്ലാഹു പറഞ്ഞത്. നീ പാപം ചെയ്തു, നീ പൊരുത്തം ചോദിച്ചു, തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, നീ എന്നിലേക്ക് വാ, ഞാനത് ഏറ്റെടുക്കാം. പക്ഷേ എന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട നെറ്റിത്തടം നീ മറ്റൊരുവന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് നീ എനിക്കെതിരെ ശിർക്ക് വെച്ചിട്ട് എന്റെ മുന്നിൽ വന്നാൽ ഞാനത് അംഗീകരിക്കുകയില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് അംഗീകരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. അവൻ ഗഫ്ഫാറാൻ, അവൻ അഫ്വാൻ, അവൻ റഊഫാൻ. ഈ ഭൂമി നിറയെ പാപങ്ങൾ ചെയ്ത മനുഷ്യമക്കൾ അവൻ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞാൽ അവന്റെ പാപങ്ങൾ അവൻ ഏറ്റെടുക്കും. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി പാപം ചെയ്യാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടെങ്കിൽ പാപം ചെയ്യുന്ന മനുഷ്യനെ ഈ ലോകത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് അവർ പാപം ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നവർ മനുഷ്യരാക്കി ഞാൻ മാറ്റും. അവരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി മറ്റൊരു ഹദീത്ത് ഖുദ്സി ഹദീത്തുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മുടെ ആരാധ്യൻ, അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഇന്ന് നമ്മുടെ പിള്ളന്മാർ, ചെറുപ്പക്കാരെല്ലാം ഗാനമേളക്കാര്, അതല്ലെങ്കിൽ ഇന്ന് കുറെ സിനിമ സീരിയൽ നടീനടന്മാര്, പന്ത് കളിക്കാര്, ഇവരെയൊക്കെ ഫാൻസ് അസോസിയേഷൻ. അതിന്റെ അർത്ഥം എന്താ? അവന്റെ ആരാധകനാണ് ഞാൻ. ഇവ വാളന്മാർക്കും ആരാധകർ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യൻ. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ സ്തുതിക്കണം, അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കണം, അവന് സുജൂദ് ചെയ്യണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കാരം നിർബന്ധാക്കിയത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ് നമ്മുടെ മുന്നിലില്ല. ഇന്ന് നമ്മുടെ കേരളക്കരയെ അപേക്ഷിച്ചിടത്തോളം ഒരുപാട് ആൾ ദൈവങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മുന്നിലൊക്കെ പോയിട്ട് കൈയും കാലും ഒക്കെ പിടിക്കുന്നതൊക്കെ നമ്മൾ ടിവിയിലൂടെയും വാർത്താ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് കാണാറുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാറുണ്ട്. ആൾ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ മുസ്ലിമീങ്ങളിൽ പെട്ടവർ പോലും ഏറ്റവും വലിയ ദൈവം അവരാണെന്ന് പറഞ്ഞവർ പോലും നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലാക്കണം, ഈമാൻ പുറത്തു പോയവർ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആളുകളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി ഏറ്റവും വലിയ ദൈവം ഇന്നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ 6 അടി മണ്ണിലേക്കാണ് നമ്മൾ പോയി കിടക്കേണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ ആരും കാണൂല. മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ 10 പേര് സിയാറത്ത് ചെയ്യാനും ദുആ ഇറക്കാനും വേണ്ടി വരും. നമ്മളൊക്കെ മരിക്കുമ്പോൾ ആര് വരും എന്നുള്ളത് കണ്ടറിയാം. അല്ലാഹു അലം. കൊണ്ടടക്കുന്നത് കാണും, എല്ലാവരും പോകും. പിന്നെ ആ പരിസരത്ത് പോലും തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണുകയില്ല. അതായിരിക്കും അവസ്ഥ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ആൾ ദൈവങ്ങളെ നോക്കിയിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ലോകത്തെ ദൈവം ഇവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യ പ്രസ്താവന നടത്തിയവരൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. ഒരു മുസ്ലിം സഹോദരൻ പറയുമ്പോൾ നമുക്ക് വിഷമമില്ലേ? മുസ്ലിം കുടുംബത്തിലൊരു സഹോദരൻ പറയുമ്പോൾ നമുക്ക് വിഷമമില്ലേ? അല്ലാഹയെക്കാട്ടിൽ വലിയ ഒരു റബ്ബ് ലോകത്ത് എവിടെ ഉള്ളത്? നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ആരാധ്യൻ. അവരെ അല്ലാതെ നമ്മൾ ആരാധിക്കാറില്ല. മുസ്ലിം ഉമ്മത്തിന്റെ തത്വം അതാണ്, അവന്റെ അജണ്ട അതാണ്. അതല്ലാതെ മറ്റൊരാളില്ല. ഈ ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ, ഈ സ്വാലിഹീങ്ങളായ മഹാന്മാരൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് ആ റബ്ബ് ആരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ മഹാനുഭാവന്മാർ നമ്മുടെ നാട്ടിലുടനീളം അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ ബർക്കത്താണ് ഇന്ന് നമുക്ക് പള്ളികൾ അല്ലാഹുവിനെ സ്തുതിക്കാൻ ഇവിടെ ഗേഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അൽഹംദുലില്ലാ. ആ മഹാനുഭാവന്മാരുടെ പരിസരത്ത് കബറടക്കം ചെയ്യപ്പെട്ടാൽ പോലും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളുടെ മയ്യത്ത് അടക്കേണ്ടത് സാലിഹീങ്ങളുടെ ഖബർസ്ഥാനിലാണ്. അല്ലാഹു ഇല്ല എന്ന് പറയുന്നവന്റെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ട് അടക്കരുത്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇദ്ഫനു മൗതാകും വസത ഖൗമിൻ സാലിഹീൻ. സാലിഹീങ്ങളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന സാലിഹീങ്ങളുടെ മഖബറയോട് ചേർന്ന് വേണം നിങ്ങളുടെ മയ്യത്തുകൾ അടക്കാൻ. ഫൈനൽ മയ്യിത യതഅദ്ദാ ബിൽ ജാരിസു. അഹങ്കാരികളുടെയും തമ്മാടികളുടെയും അനാശാസ്യ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് ജീവിച്ച് ചത്തുപോയവന്റെ അല്ലാഹ് എന്നും മനുഷ്യന്മാരെ ദൈവമായി അംഗീകരിച്ച വൃത്തികെട്ടവന്മാരുടെ മയ്യത്തുകൾ കൊണ്ട് പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ ഓരത്ത് നിങ്ങളുടെ മയ്യത്ത് കൊണ്ട് അടക്കരുത്. ഫൈനൽ മയ്യിത യതഅദ്ദാ ബിൽ ജാരിസു. തീർച്ചയായും ആ മയ്യത്തിന്റെ
ഖബറിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനം, ശിക്ഷയുടെ പ്രതിഫലനം അടുത്ത് കിടക്കുന്ന മയ്യത്തുകൾക്കും ഉണ്ടാകും. സാലിഹീങ്ങളുടെ അരികിൽ കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെട്ടാൽ ആ സാലിഹീങ്ങളുടെ ഖബറിൽ ഇറങ്ങുന്ന ആനന്ദം അടുത്ത് കിടക്കുന്ന ഖബറാളികൾക്കും ഉണ്ടാകും. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞെന്ന കാര്യമാണ്, വെറുതെ കളിയോ ചിരിയോ അല്ല. അതാണ് ചില പള്ളികളിലൊക്കെ ആളുകൾ ഖബർസ്ഥാൻ തിരഞ്ഞെടുക്കും. നല്ല നല്ല മനുഷ്യന്മാർ അടങ്ങിയിരിക്കുന്ന ഖബറുകളുടെ അടുക്കൽ പോയി അടങ്ങാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. മദീനയിൽ അടങ്ങാൻ ആഗ്രഹിക്കും, മക്കയിൽ അടങ്ങാൻ ആഗ്രഹിക്കും. നബിയുടെ ചാരത്ത്, സഹാബാക്കളുടെ ചാരത്ത്, താബിഈങ്ങൾ, തബഅ താബിഈങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങളുടെ പരിസരത്ത് അടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഖബറിന് ശാന്തിയും സമാധാനം ലഭിക്കുമെന്ന ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ്, അതിന്റെ പേരിലാണ്. അതിനാണ് നമ്മുടെ നാട്ടിൽ അല്ലാഹു തൗഫീഖ് ചെയ്ത് ഒരു മഹാനെ അടക്കിയിട്ടുണ്ടെങ്കിൽ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഒരു പക്ഷേ ഈ ബാക്കിയുള്ള ഖബറാളികൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. യദ്ഫനു മൗതാകും വസതഖൗ മിൻ സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് അടക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട അതിന്റെ അവകാശികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ്, ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഫഅഹ്സിനു ലഹു കഫനഹു, നല്ല കഫൻ പുടവ വാങ്ങി പൊതിഞ്ഞുകൊള്ളുക. വഅജ്ജിലു ഇൻജാസ വസിയതിഹി, അവന്റെ വസിയത്തുകൾ നിറവേറ്റിക്കൊള്ളുക. വഅമിഖു ലഹു ഫീ ഖബ്രിഹി, അവന്റെ ഖബറിന് ആഴം കൂട്ടിക്കൊള്ളുക. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വജന്നിബൂഹു ജാറസു, അഹങ്കാരികളുടെ, തമ്മാടികളുടെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ കുടുംബക്കാരന്റെ ഖബർ മയ്യത്ത് അടക്കരുതേ. നബിയുനാ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങനെ അഹങ്കാരികളുടെ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി നമ്മുടെ മയ്യത്തടക്കിയാൽ ആ ഖബറിൽ വല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമോ? അങ്ങനെ ഒരു അഹങ്കാരിയുടെ ഖബറിൽ ഇറങ്ങുന്ന അദാബ് മറ്റൊരു ഖബറിലേക്ക് വ്യാപിക്കുമോ എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർ, അയൽപക്കക്കാരെ, സാലിഹീങ്ങളായ നല്ല നല്ല അയൽപക്കക്കാർ, അവർ പരസ്പരം സഹായിക്കുമോ സഹാബത്ത് എന്ന് ചോദിക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, നഅം, അത് സഹായമുണ്ടാകും നബിയെ. എങ്കിൽ മരിച്ചുപോയാലും സാലിഹീങ്ങളായ സഹോദരങ്ങൾ, മഹത്തുക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ സഹായം മറ്റുള്ളവർക്കുണ്ടാകുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പിന്നിലൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സാലിഹീങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഖബർസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി അടക്കണേ ഹബീബുനാ റസൂലുള്ളാഹി. അതല്ലാത്തവരുടെ മയ്യത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം, സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാനുള്ള ഏറ്റവും വലിയ പരമപ്രധാനമായ ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരാണ്. പരിശുദ്ധ പ്രവാചകൻ കഅബയുടെ ഖില്ല പിടിച്ചിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അഖദ ബി ഹൽഖതി ബാബിൽ കഅബ, കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന മിൻ അശറാത്തിസ് ഖിയാമത്തിന്റെ അടയാളമാണ് സഹാബ ഇമാതത്തുസ് സലാ, നമസ്കാരം ഒഴിവാക്കൽ, നമസ്കാരം പാഴാക്കൽ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇദാ റഅയ്തുമുന്നാസ്, ഏ സഹാബ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ അല്ലാഹുസ്സലാ, നമസ്കാരം പാഴാക്കുന്നവരായി നിങ്ങൾ കണ്ടാൽ, വഅളാഉൽ അമാന, ഉത്തരവാദിത്തോടുകൂടി ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും വഞ്ചിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ, വസ്തഹല്ലുൽ കബായിറ, വൻപാവങ്ങൾ അവർ ഹലാലായ രീതികളെ പോലെ കാണുന്നതായി കണ്ടാൽ, വഅഖദുർ റുഷാ, തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൈക്കൂലി കൊടുക്കുന്നതായി കണ്ടാൽ, വഅകലുർ റിബാ, പലിശ തിന്നുന്നതായി കണ്ടാൽ, ഫന്തളിറിസ്സാ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ സഹാബത്തെ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്, അത് ഖിയാമത്തിന്റെ അടയാളമാ ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി.
എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇദാ റഅയ്തുമുന്നാസ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, അല്ലാഹുസ്സലാ, നമസ്കാരം പാഴാക്കുന്നവരായി കണ്ടാൽ, ഫന്തളിരിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഖിയാമത്തിന്റെ അടയാളമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിന്റെ മേൽ കടന്നു വരുമത്രേ. യഅതൂനൽ മസാജിദ, ആ ജനങ്ങളെ പള്ളികളിലേക്ക് കടന്നു വരും. വയഖൂദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, വെറുതെ അവർ പള്ളികളിൽ വന്ന് വട്ടം കൂടി ഇരിക്കുമത്രേ. ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ, അവരുടെ സംഭാഷണവും അവരുടെ ഭാഷണവും ദുനിയാവേ ദുനിയാവേ ദുനിയാവേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലാ തുജാലിസൂഹും, നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജാ, അവർക്ക് അല്ലാഹുവുമായി യാതൊരു ബന്ധവുമില്ല. നബിയുനാ റസൂലുള്ളാഹി. ഒരു കൂട്ടർ വരും നമസ്കരിക്കാൻ പള്ളിയിലേക്ക്. നിസ്കരിക്കാനല്ല അവർ വരുന്നത്, നമസ്കാരം കഴിഞ്ഞ പാടെ അവർ പള്ളികളിൽ മസ്ജിദുകളിൽ വട്ടം കൂടിയിരിക്കും. നിസ്കരിച്ചിട്ട് വെറുതെ ഫിത്ന മജ്ലിസിൽ അവിടെ ഇവിടെ കണ്ടിരിക്കും. വെറുതെ എങ്ങനെ വന്നിരിക്കും. എന്നിട്ട് നാട്ടുകാരുടെ കാര്യം, കമ്മിറ്റിക്കാരുടെ കാര്യം, റോഡിൽ കൂടെ പോകുന്നവന്റെ കാര്യം, മൊയ്ലിയാരുടെ കാര്യം, തങ്ങളുടെ കാര്യം, കമ്മിറ്റി, മുൻ കമ്മിറ്റിയുടെ, ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ, ഉറൂസ് കമ്മിറ്റിയുടെ 7 വൻഭാവങ്ങൾ. ഞാൻ പറഞ്ഞു 7 വൻഭാവങ്ങൾ 7 ദിവസം എടുക്കും പ്രസംഗിക്കാൻ. 7 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയ വിഷയമല്ല അത്. അത് 7 ദിവസം വ്യക്തമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. എങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യവുമായിട്ട് യോജിച്ചു വരുന്ന വിഷയങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത്, പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകൾ വരും, നമസ്കരിക്കും. ഫയഖൂദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ. വൻപാവങ്ങളുടെ പട്ടികകൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സത്യമാണ്. അവർ പള്ളികളിലേക്ക് വന്നുകൊണ്ട് വട്ടം കൂടിയിരിക്കും അത്രേ. ദിക്റുഹും അദ്ദുനിയാ, അവരുടെ സംസാരം ദുനിയാവിന്റെ സംസാരമാണ്. വഹുബ്ബുദ്ദുനിയാ, ദുനിയാവിന്റെ അധികാരമാണ് ദുനിയാവിന്റെ കസേരയാണ് ലാ തുജാലിസുഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയല്ല. ഹുബ്ബു ദുനിയ, ദുനിയാവിന്റെ അത്യാഗ്രഹം. അടുത്ത കമ്മിറ്റി വേണം, അടുത്ത പ്രസിഡന്റ് ആവണം, അടുത്ത സെക്രട്ടറി ആവണം, അടുത്ത ഖജാൻജി ആകണം. ഖജാൻജിയായ പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കാൻ പറ്റും. ഉദാഹരണം കേട്ടോ, എല്ലാ ഉദാഹരണം പറയുകയാണേ. ഉദാഹരണം പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എന്നെ കുറിച്ചായിരിക്കും ഈ പറഞ്ഞത് എന്ന് തോന്നും. ആ തോന്നൽ ഈമാന്റെ അടയാളമാണ്. അങ്ങനെ തോന്നണം, അങ്ങനെ ഉണ്ടാകണം മനസ്സിൽ. അങ്ങനെ പറഞ്ഞാൽ ഇയാൾ എന്നെ കുറിച്ചിട്ടാണല്ലോ ഇയാൾ ഈ പറഞ്ഞത്, നീ രക്ഷപ്പെട്ടു, ഈമാനുണ്ട്, അതിൻ്റെ അടയാളം. അല്ല ആരും നമ്മൾ എന്നത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വിഷയത്തിൽ കയറിക്കൂടി വരുന്ന വിഷയങ്ങളാണ്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. മസ്ജിദിലിരിക്കേണ്ടതാര്, മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാര്, ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ കാര്യം. അബൂബക്കറിന്റെ ഭാഗത്തു നിന്നൊന്നുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഇത് വൻഭാവമായി മാറും. നമസ്കാരം പാഴാക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി പള്ളികളിൽ വന്ന് നിസ്കരിക്കലല്ല അവരുടെ ലക്ഷ്യം. അവർ ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ്. അതുകൊണ്ട് എപ്പോ വരണം നിസ്കരിക്കാൻ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സമിഅൻ നിദാ ثم لم يجب ويأتي المسجد فيصلي فلا صلاة له وقد عصى الله ورسوله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ പള്ളിയുടെ പരിസരങ്ങളിൽ ബാങ്കിന്റെ മധുരമായ മൊഴി കേട്ടിട്ട് പള്ളിയുടെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, കേൾക്കണേ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സമിഅൻ നിദാ ബിസ്സലാ, ബാങ്ക് വിളി കേട്ടാൽ, ബാങ്ക് വിളി ആരൊരാൾ കേട്ടാൽ, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെടുമ്പോ ആ ബാങ്ക് വിളി കേട്ട് സുമ്മലം യുജിബ്, ഉടനെ അവൻ ആ ബാങ്കിന് ഉത്തരം നൽകിയില്ല, ഫയത്തിൽ മസ്ജിദ, പിന്നീട് ജമാഅത്ത് കഴിഞ്ഞ് അവൻ ആ പള്ളിയിലേക്ക് കടന്നു വരികയും ഫയുസല്ലി, അവൻ പിന്നീട് നമസ്കരിക്കുകയും ചെയ്താൽ ഫലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല, നമസ്കാരമേ ഇല്ല. കാരണം പള്ളിയുടെ 10 വാരെ അരികത്ത് നിന്നിട്ട് പരിശുദ്ധമായ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ ആ നമസ്കാരത്തിന് അവൻ പരിഗണന നൽകാത്തവനാണ്. ജമാഅത്തിന്റെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ ജമാഅത്ത് നടക്കുമ്പോ ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കാളിത്തം വഹിക്കാത്തവനാണ്. വയത്തിൽ മസ്ജിദ, പിന്നീട് അവൻ ആ മസ്ജിദിലേക്ക് കടന്നു വന്ന് ഫയുസല്ലി, അവൻ നമസ്കരിച്ചാൽ ഫലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. വഖദ് അസല്ലാഹ വറസൂലഹു, അവൻ അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ കാണുന്ന ഒരു ശൈലിയാണ്, പള്ളിയുടെ കമ്മിറ്റി ഓഫീസിൽ കമ്മിറ്റിക്കാരിരിക്കും. ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറൂല, എല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നീട് പോയിട്ട് നിസ്കരിക്കും. നിസ്കരിച്ചാലായി, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചാലായി. അവരെക്കുറിച്ചായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത്. അധികാരത്തിന്റെ കസേരയിൽ കയറിയിരിക്കാൻ കിടമത്സരം നടത്തലല്ല, അതൊക്കെ നാളെ പിടിയുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസ്അലിൽ ഇമാറ, അധികാരം നീ മോഹിക്കരുത്, അധികാരം നീ ആഗ്രഹിക്കരുത്, അധികാരം ചോദിച്ചു വാങ്ങരുത്. ഫൈന്നക ഇന്നുതീതഹ അൻ മസ്അലത്തിൻ ഉക്കിലത ഇലൈഹാ, അധികാരം ചോദിച്ചു വാങ്ങിയിട്ടാണ് ആ കസേരയിൽ നീ കയറിയിരിക്കുന്നതെങ്കിൽ ഇലൈഹാ, ആ കസേര നിനക്ക് ഭാരമായി വഹിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈനുതീതഹാ അൻ ഗൈരി മസ്അല ഉഇൻത അലൈഹാ, ചോദിക്കാതെയാണ് കസേര നിനക്ക് ലഭിച്ചതെങ്കിൽ അല്ലാഹു ആ കസേരയിലൂടെ നിന്നെയും നാട്ടുകാരെയും സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കസേരയിൽ ചോദ്യം ഉണ്ടാവും, കയറിയിരിക്കാൻ നല്ല ഉഷാറ, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഖജാൻജിയാണ്, തങ്ങളാണ്, ഷെയ്ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാം കസേര. പക്ഷെ കസേരയെ കുറിച്ച് നാളെ ചോദ്യം ഉണ്ടാകും. ഈ കസേരയിൽ ഇരുന്നിട്ട് വേണ്ടതുപോലെയാണോ നീ ചെയ്തത്, നാളെ ചോദ്യം ഉണ്ടാകും. ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസൽ ഷാത്തിൽ ജമ്മായി മിനൽ ഖർനാ. നാളെ ആഖിറത്തിൽ ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചാൽ ആ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി പ്രതികാര നടപടി നാളെ ആഖിറത്തിൽ സ്വീകരിക്കും. അബൂദർ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി, ഈ പള്ളിയുടെ അധികാരം എന്നെ ഏൽപ്പിച്ചുകൂടെ നബിയേ, ഈ ഗ്രാമത്തിന്റെ അധികാരം എന്നെ ഏൽപ്പിച്ചുകൂടെ നബിയേ, ഈ സമുദായത്തിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചുകൂടെ നബിയേ. അബൂദർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫളറബ ബിയദിഹി അലാ മൻകിബി, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ എന്റെ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോ നബി തങ്ങൾ അവിടുത്തെ കരങ്ങൾ കൊണ്ട് എന്റെ ചുമലിൽ തട്ടുകയാണ്. ഫഖാലലി, ശേഷം അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയുകയാണ്, യാ അബൂദർ, ഏ അബൂദർ, ഇന്നഹാ അമാന വ ഇന്നക ലഈഫ്, ഈ പള്ളിയുടെ ഉത്തരവാദിത്തമുണ്ടല്ലോ, ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ, ഈ അധികാരത്തിന്റെ കസേരയുണ്ടല്ലോ, ഈ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ അബൂദർ, അത് അമാനത്താണ്, അമാനത്താണ്. നാളെ ആഖിറത്തിലെ ചോദ്യമുള്ളതാണ് അബൂദർ. അത് കളിയല്ല, ചിരിയല്ല, തമാശയല്ല, രസമല്ല. വഇന്നക ലഈഫ്, നീ
ബലഹീനനാണ് അബൂദർറേ, നീ ബലഹീനനാണ് അബൂദർറേ. നാളെ ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും അബൂദർറേ. വഇന്നഹാ ഖിസിയു വനദമാ ഇല്ലാ മൻ അഖദ ബിഹഖിഹാ. അല്ലാഹുവിന്റെ തൃപ്തിയോടെ പൊരുത്തത്തോടെ ഭരണീയരുടെ ഇഷ്ടപ്രകാരമല്ലാതെ ആരൊരാൾ അധികാര പങ്കാളിത്തം വഹിച്ചുവോ നാളെ അവർക്കത് നിന്ദയായിരിക്കും അബൂദർറേ, അവർക്കത് നിസ്സാരതയായിരിക്കും അബൂദർറേ. അതുകൊണ്ട് ഈ ജോലി നിനക്ക് വേണ്ടേ വേണ്ട അബൂദർറേ. അല്ലാഹു റസൂൽ വേണ്ട, പോ, വേറെ പണി വല്ലതും പോയി നോക്ക്. പച്ചക്കറി കച്ചവടം ചെയ്യും, മത്സ്യ കച്ചവടം ചെയ്യും, മാംസ കച്ചവടം ചെയ്യും, പ്രശ്നമില്ല. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നാളെ എന്തെങ്കിലും ന്യൂനത വന്നു പോയാൽ നാളെ പിടിയുണ്ടാകും, ചോദ്യത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചു പോകും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത് ഇന്നകും സതഹരിസൂന അലൽ ഇമാറ വസതകൂന നദാമതൻ യൗമൽ ഖിയാമ. അധികാരം നിങ്ങൾക്ക് രസമാണ്, ഇഷ്ടമാണ്, കൊള്ളാം. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാം, സംഭവം കൊള്ളാം, പേര് കൊള്ളാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുഃഖിക്കേണ്ടി വരും. കാരണം എന്താ? അതിന്റെ ഉത്തരവാദിത്തം വേണ്ടവണ്ണം വഹിക്കേണ്ടതുപോലെ വഹിച്ചില്ല എങ്കിൽ. അതാണ് നബി തങ്ങൾ പറഞ്ഞത് നമസ്കാരം പാഴാക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ, അമാനത്ത് പാഴാക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ, വൻപാവങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടാൽ, കൈക്കൂലി വാങ്ങുന്നവരെ നിങ്ങൾ കണ്ടാൽ, പലിശ തിന്നുന്നവരെ നിങ്ങൾ കണ്ടാൽ, വശയ്യദുൽ ബിനാ അമ്പരചുംബികളായ കൊട്ടാരങ്ങളെ കെട്ടിപ്പടുക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ, ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളുക സഹാബാ. നബിയുനാ റസൂലുള്ളാഹി. വെറുതെയാണോ ഇത്? വെറുതെ പറഞ്ഞ വാക്കുകളല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് ഇശ്റാഖു ബില്ലാ. ആ ഇശ്റാഖ് ശിർക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താണ് വേണ്ടത്? നമസ്കാരം നിലനിർത്തി അള്ളാഹുവിനെ കൂടുതൽ ബന്ധപ്പെടിൻ, അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കൻ, അള്ളാഹുവിന്റെ ബന്ധം സ്ഥാപിക്കും. ഇനി നിസ്കാരത്തിൽ തന്നെ ശിർക്ക് വരും. എങ്ങനെ വരും? അതാണ് നമ്മൾ മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാക വശിർകൽ അസ്ഗർ, ചെറിയ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ് സഹാബത്ത്, വമാ ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ചെറിയ ശിർക്കുകൾ എന്താണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളെ കാണിക്കുന്നതിന് വേണ്ടി നീ നമസ്കരിച്ചാൽ അത് ശിർകുൽ അസ്ഗറാണ്. ഹബീബുനാ റസൂലുള്ളാഹി സഅല റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മൻ നജാതു യാ റസൂലല്ലാഹ്, വിജയം എവിടെയാണ്? വിജയം എന്താണ്? രക്ഷ എന്താണ് നബിയേ? എവിടെയാണ് രക്ഷയെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ വഞ്ചിക്കരുതേ. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യുഖാദിഉല്ലാഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ എങ്ങനെയാണ് വഞ്ചിക്കുക നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻതഅമല അമലാ അമറല്ലാഹു വഅമറകല്ലാഹു വറസൂലുഹു,
ويريد به غير وجه الله فهو الشرك الأصغر كما قال رسول الله. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബ വന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നബി തങ്ങൾ പറയുകയാണ്, വിജയം എവിടെയാണ്, വിജയം എവിടെയാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ വഞ്ചിക്കരുത്. അല്ലാഹുവിനെ എങ്ങനെയാണ് വഞ്ചിക്കുക നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അല്ലാഹുവും റസൂലും നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പന, അത് നമസ്കാരമാകട്ടെ, അത് ഏത് ഇബാദത്തുകളുമാകട്ടെ, അത് ദുനിയാവിന് വേണ്ടി ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശിർക്ക്, അത് തന്നെയാണ് ചെറിയ ശിർക്ക്, അത് അല്ലാഹുവിനെ വഞ്ചിക്കലാണ്. ഹബീബായ റസൂലുള്ളാഹി ജനങ്ങളെ കാണിക്കാൻ, ഉപ്പയെ കാണിക്കാൻ, ഉസ്താദിനെ കാണിക്കാൻ, കാരണവരെ കാണിക്കാൻ അവൻ നിസ്കരിക്കാൻ പറഞ്ഞു, അത് ശിർക്കുൽ അസ്ഗർ, ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ ഇവരോട് പറയും, നീ ആർക്ക് വേണ്ടിയാണോ നമസ്കരിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഓതിയത്, ആർക്ക് വേണ്ടിയാണോ ഇബാദത്തെടുത്തത്, ഇദ്ഹബൂ അവരോട് പോയിക്കൊള്ളുക, അവരോട് പോയി നിന്റെ കൂലികൾ വാങ്ങിക്കൊള്ളുക. നിനക്ക് യാതൊരു കൂലിയും എന്റെ ഭാഗത്ത് നിന്ന് ഇല്ലേ ഇല്ല. എനിക്ക് വേണ്ടിയിട്ടല്ല നീ സുജൂദ് ചെയ്തത്, എനിക്ക് വേണ്ടിയല്ല നീ നിസ്കരിച്ചത്, നീ ആരെയോ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചത്. അങ്ങോട്ട് പോയിക്കോ, ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇങ്ങോട്ട് വരേണ്ടതില്ല. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കും. ഉസല്ലീലിൽ ഉസ്താദ്, ഉസല്ലീലിൽ അബി, ഉസല്ലീൽ തങ്ങൾ, ഉസല്ലീലിൽ ഔലിയ എന്നല്ല, ഉസല്ലീലില്ലാഹി തആല. അവരെ പറഞ്ഞതിൻ്റെ പേര് അവരെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമല്ല, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ. ഒരു നിലയ്ക്ക് ശിർക്കില്ലാതെ അല്ലാഹുവിനോട് നമ്മൾ നമസ്കരിക്കുന്നു, ആരെയും കാണിക്കാനല്ല, ആരെയും കാണിക്കാനല്ല. അതുകൊണ്ടാണ് രാത്രി നിസ്കാരത്തിന് അല്ലാഹു കൂടുതൽ സ്ഥാനം നൽകിയത്. രാത്രിയാകുമ്പോൾ ആരും ഇല്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ, ഉറങ്ങിക്കിടക്കല്ലേ. 3 മണിക്ക് 4 മണിക്ക് എഴുന്നേക്കാൻ തയ്യാറുണ്ടോ? 3 മണിക്ക് 4 മണിക്ക് ഇനി ചില ആളുകളുണ്ട് എഴുന്നേക്കും, നിസ്കരിക്കും. സുബഹി കളായിപ്പോയി. അത് ഞാൻ ഇന്നലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ അങ്ങനെ അങ്ങോട്ട് നിസ്കാരത്തിലായിരുന്നു, ഉള്ളതും കൂടെ പോയി. ചങ്ങാതി വരവനെ പറയാ 2 മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ നിസ്കരിച്ച്. തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ചങ്ങാതിയാ. എവിടെ പോകാൻ കുറച്ച് സാധനം അവിടെ, വൈകിട്ട് നോമ്പ് ഉറക്കാൻ കുറച്ച് സാധനം വാങ്ങണം. റമദാൻ മാസം ആകുമ്പം പിന്നെ അത് റിയാന്റെ പേരിൽ പറയുന്ന വാക്കായിരിക്കൂല. തിങ്കളും വ്യാഴവും ഇയാൾ എടുത്ത് പറയണോ നോമ്പ് ഉറക്കാൻ സാധനം വാങ്ങണമെന്ന്? അല്ലെ പീടികയിൽ പോകുന്ന കുറച്ച് സാധനം വാങ്ങാൻ പോകുന്നു പറഞ്ഞാൽ പോരെ. ഇയാൾ തിങ്കളാഴ്ച എന്താ ഇന്ന് ഇപ്പം അത് നോമ്പ്, ഞാൻ സാധാരണ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാറുണ്ട്, അപ്പം അത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാൻ പോവാ. എന്തിനാ ചങ്ങാതി ഇത് പറയാൻ പോകുന്നത്? ഇങ്ങോട്ട് ആരെങ്കിലും ചോദിച്ചോ, നീ എപ്പോഴും തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നുണ്ടോ, വ്യാഴ്ച നോമ്പ് പിടിക്കുന്നുണ്ടോ? റമദാൻ മാസത്തിലാകുമ്പോൾ അത് റിയാവ് വരുന്നില്ല, കാരണം എല്ലാം അവൻ്റെ ഫർളായ കാര്യമാണ്, അവൻ പോയി നോമ്പ് പിടിക്കുന്നു. അപ്പൊ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ ആ നമസ്കാരം അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നമസ്കാരമാണ്. കാരണം ആ നമസ്കാരം അത് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരമാണ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന നമസ്കാരമാണ്, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നമസ്കാരം. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, അത് അള്ളാഹ് കൂടുതൽ ഇഷ്ടമുള്ള എൻ്റെ പേര്. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا وبالأسحار هم يستغفرون وبالأسحار هم يستغفرون كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ സാലിഹീങ്ങളായ സദ്വർത്തർക്ക് അവർക്ക് ഉറക്കം വളരെ
കുറവാണ്, ഉറക്കം വളരെ കുറവാണ്. ഉറങ്ങാതെ TV കാണലല്ല, സീരിയൽ കാണലല്ല, തമാശകൾ പങ്കിടലല്ല, ഫുട്ബോൾ കളിക്ക് പങ്കാളിത്തം വഹിക്കലേ അല്ല. അവരുടെ പാതിരാ സമയങ്ങളിൽ ഉറക്കങ്ങൾ അവർ ഒഴിവാക്കിക്കൊണ്ട് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പാതിരാ സമയത്ത് മുഴുവനും അല്ലാഹുവിനോട് സുജൂദിലാണ്. പാവങ്ങളുടെ പേരിൽ പൊട്ടിക്കരയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിറകണ്ണുകളോട് തന്റെ പാവങ്ങളെ ഏറ്റുപറയലാണ്. അവരെ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ അല്ലാഹുക്ക് അവരെ ഇഷ്ടമാണ്. രാത്രി സമയം നമുക്ക് നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പൊന്നെ, നിങ്ങൾ രാത്രി നിസ്കാരത്തിൻ്റെ പേര് ഫർളായ സുബഹി നിസ്കാരം ഖളാക്കാതിരുന്നാൽ മതി. ഇനി ഞാൻ രാത്രിയുടെ ഫളീല പറഞ്ഞിട്ട് സുബഹി നിസ്കാരം കൂടെ ഖളാക്കുന്നൊരവസ്ഥയാവല്ലേ. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ ജമാഅത്തിന് സുബഹിക്ക് പള്ളിയിൽ വരുന്ന ഒരു ചങ്ങാതിയെ കണ്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പഠിച്ചു അദ്ദേഹം അവിടെ സുബഹിക്ക്. അപ്പോൾ ഉമ്മ പറഞ്ഞു അദ്ദേഹം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പേരിൽ സുബഹിക്ക് ഉറങ്ങിപ്പോയെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു സുബഹി ജമാഅത്ത് നിസ്കാരത്തിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് നാളെ ആഖിറത്തിൽ കാണേണ്ടത് ശിർക്കില്ലാത്ത നിലയിലായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്, ശിർക്കു ബില്ലാഹ്. അള്ളാഹുവിനെ ഒരു നിലയ്ക്കും നമ്മൾ ശിർക്ക് വെക്കരുത്. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. എല്ലാ കർമ്മങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അതാണ് നമ്മൾ അതിൻ്റെ നിയ്യത്ത്. അതാണ് നിയ്യത്ത്. നമ്മൾ മാറിപ്പോകരുത്. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം എല്ലാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ ഇബാദത്തുകളും നിയ്യത്തുകളും. അത് മാറിപ്പോകാതെ നമ്മൾ പ്രത്യേകമായി നമ്മളത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹു അതിനെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാൻ അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ. ഈമാൻ തകർന്നു പോകാതെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. കാരണം മരിക്കാറായി കിടക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് ഈമാൻ തകർക്കാൻ വേണ്ടി വരും. ഇബ്ലീസ് فأما الإبليس يتمثل في صورة الإنسان أمام هذا الإنسان المسرع. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ ശൈത്താൻ ഇബ്ലീസ് വരും. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുന്നിൽ നോക്കണം. ഈമാനെ തകർക്കാൻ വരുന്ന വരവതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ആരുടെ കോലത്തിലാ വരിക? ഇബ്ലീസ് ഉപ്പാന്റെ കോലത്തിൽ നമ്മുടെ വലതു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. ഉപ്പാന്റെ കോലത്തിൽ വലതു ഭാഗത്ത് നിൽക്കും. നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുക, ഈമാൻ തകർക്കാൻ വേണ്ടി വലതു ഭാഗത്ത് ഉപ്പാന്റെ കോലത്തിൽ, വാപ്പാന്റെ കോലത്തിൽ ഇങ്ങനെ നിൽക്കും ഇബ്ലീസ്. യാ ബുനയ്യ, ഇബ്ലീസ് പറയാണ്, മോനെ ഇന്നി കുന്തു ലക ശഫീഖാ വലക മുഹിബ്ബാ. നല്ലപോലെ ശ്രദ്ധിക്കണേ. മരിക്കാറായി കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ ഇബ്ലീസ് വന്ന് നിന്നിട്ട് പറയാണ്, മകനെ നിന്റെ ഉപ്പയാണടാ ഞാൻ, നിന്നോട് എത്ര സ്നേഹം വെച്ചവനാണടാ ഞാൻ. അങ്ങാടിയിലൂടെ നിന്റെ കൈകൾ പിടിച്ചു കൊണ്ടുപോയി നീ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും മിഠായികൾ വാങ്ങി തന്ന ഉപ്പയാണടാ ഞാൻ. ഈ ഉപ്പയിലേക്ക് നീ ഒന്ന് നോക്കണേ മകനെ, ഇന്നി കുന്തു ലക ശഫീഖാ വലക മുഹിബ്ബാ. നിന്നോട് കരുണയുള്ളവനായിരുന്നു, നിന്റെ നെറ്റിത്തടത്തിലും കവിൾത്തടത്തിലും എത്രയോ ചുടുചുംബനം നൽകിയവനാണ്. നിന്റെ ഉപ്പയിലേക്ക് നീ ഒന്ന് നോക്കുമോ? നിന്റെ ഉപ്പയുടെ ആഗ്രഹം സഫലീകരിച്ച് നീ ഒന്ന് തരുമോ? എന്താണ് ഉപ്പ? അവിടുത്തെ ആഗ്രഹം എന്താണ് ഉപ്പ? ആ ഉപ്പയോട് പറയുകയാണ്, യാ ബുനയ്യ മകനേ മുത്ത് അലാ ദീനിൽ യഹൂദി വഹുവ ഖൈറുൽ അദിയാൻ. മോനെ, യഹൂദിയുടെ മതത്തിൽ നീ മരിച്ചു പോകണേ. നിന്റെ ഉപ്പ ആ മതത്തിലാണ് മരിച്ചു വന്നത്. ഏറ്റവും നല്ല മതമാണടാ. ആ മതത്തിന്റെ അനുയായിയായി നീ മരിക്കണേ മകനേ. ആ ഉപ്പ ഇതാ മരിക്കാൻ കിടക്കുന്ന ഈമാൻ കുറഞ്ഞ മനുഷ്യനോട് പറയുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തകർന്നു പോയാൽ പോയി. വാപ്പാടെ കോലത്തിൽ ഇബ്ലീസ് വരും. വാപ്പ വരത്തില്ല, വാപ്പ വരൂല.
അപ്പം നല്ല അവസ്ഥയിൽ മരിച്ചുപോയി കാണും. ഇബ്ലീസ് എങ്ങനെങ്കിലും നമ്മുടെ ഈമാനെ പഴപ്പിക്കാൻ. നിസ്കാരം ഇല്ലാത്ത പിള്ളന്മാരെ ചുള്ളന്മാരെ ശ്രദ്ധിച്ചോ, നല്ലപോലെ ശ്രദ്ധിച്ചോ. അവസാന സമയ ഇപ്പോൾ ഓരോന്നോരോന്ന് കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക. അള്ളാഹ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. മിനിഞ്ഞാന്ന് ഞാൻ എറണാകുളത്ത് പ്രസംഗിച്ചു. എൻ്റെ സദസ്സിൽ ഇരുന്ന് വന്ന് മുസാഫാത്തൊക്കെ ചെയ്തിട്ട് 22 വയസ്സുകാരൻ ചെറുക്കൻ ചങ്ങാതി സുബൈക്ക് മരിച്ചു കിടക്കുന്നു. 22 വയസ്സ്. വാള് കേൾക്കാൻ എല്ലാ സദസ്സിലും വരും. പാവം, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇന്നലെ ഒരു ചങ്ങാതിയോട് ഞാൻ എൻ്റെ നാട്ടിൽ മഗ്രിബിന് സംസാരിച്ചിട്ട് ഇന്നിങ്ങോട്ട് വരുന്ന വഴി വിളിച്ചു പറഞ്ഞു, അയാൾ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ മരിച്ചുപോയെന്നു. ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിൽ ഇന്നലെ ഞാൻ മഗ്രിബിന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാനിരുന്ന് നിങ്ങൾ കുറേ നേരം ഇരുന്ന് ചിന്തിച്ച് ഞാൻ നിങ്ങളിന്ന് പറഞ്ഞ കാര്യം, ഞാൻ പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോൾ എൻ്റെ തോളിൽ വന്ന് തട്ടിയിട്ട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് പുറത്തു വന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചതാണ്. ഇന്ന് അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്ന വഴി യാത്ര മധ്യയിൽ ബസ്സിൽ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചു. അള്ളാഹു ഒന്ന് പുറത്തോട് വിടച്ചവനെ, മൗഫറത്തോട് വിടച്ചവന്. ഒരു മുസ്ലിയാരാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ തെറ്റുകളെല്ലാം മാറ്റി കൊടുക്കുമാറാകട്ടെ, സയ്യാത്തുൽ ഹസനാത്തുകളാക്കുമാറാകട്ടെ. എന്താപ്പാ മരണം എത്ര പെട്ടെന്നാ. അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആർക്കോ ചിന്തയില്ലല്ലോ, മരിക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ലല്ലോ. കാലുപൊക്കിയിട്ടുള്ള കളിയല്ലേ. കാസർഗോഡിലെ പെണ്ണിനെ കണ്ടുക്ക, അത് ഞാനല്ലേ പെട്ടില്ല കണ്ടുക്കല്ല, ഇവിടെ കണ്ടിനായ ഓരോ ജില്ല അനുസരിച്ച്. മായിലെ പെണ്ണൊക്കെ കണ്ടുക, കാസർഗോട്ട് വരുമ്പം കണ്ടിന, തൃശ്ശൂർ പോകുമ്പം കണ്ടിട്ടുണ്ടോ. ഫുള്ള് അങ്ങനെ പെണ്ണുങ്ങളങ്ങ് ഇറങ്ങിക്കല്ലേ മൊത്തത്തിൽ. ഇന്ന് അത് തന്നെ. ഇതിൻ്റെ ഒരു അടിയുണ്ടായി, വഴക്കുണ്ടായി, തച്ചു കൊടുത്ത് അങ്ങോട്ട്. ദുബായിൽ ഒരു അടിയുണ്ടായി അല്ലേ. അപ്പം അത് സിനിമ ആക്കിയ, ഈ പാട്ട് പാടി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ഈ പെണ്ണുങ്ങൾക്ക് മൊത്തം ഇതിൻ്റെ ശിക്ഷ അല്ലേ ഈ സിനിമയിലൂടെ. ഇനി ഈ സിനിമ ആയാൽ ഇത് ആരെല്ലാം കാണുന്നു അതിൻ്റെ മുഴുവൻ ശിക്ഷ ആ പെണ്ണിൻ്റെയും അതുണ്ടാക്കിയവരുടെയും കബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഈസാല് സവാബ് കിടന്നനുഭവിച്ചോ. ഈസാല് സവാബ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ സംഭവം കബർ. ആർക്കാ അതിനെക്കുറിച്ച് പേടി. കണ്ടുക്ക മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടുക്ക, മുൻകർ നക്കീറിനെ കണ്ടിട്ടില്ലേ. ബാ കബറിലേക്ക് വാ, കാട്ടിത്തരാം. കാട്ടിത്തരാം. വിളിക്കുമല്ലോ കബറ് വിളിക്കുന്നുണ്ടല്ലോ എല്ലാരെയും. ഇന്നലിൽ ഖബർ ലിസാന, ഖബർ വിളിക്കുക. യബ്ന ആദം, ആദമിന്റെ മോനെ അലം തഅലം അന്നി ബൈത്തുദ്ദൂദ്, അറിയില്ലേ ഞാൻ ആരാന്ന് നിനക്കറിയില്ലേ? എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? എന്നെ കണ്ടിനോ? വാ കാണിച്ചുതരാം. അന ബൈത്തുദ്ദൂദ്, പുഴുക്കളുടെ താവളമാണ് ഞാൻ. അന ബൈത്തുൽ ലീഖ്, ഞെരിക്കുന്ന വീടാണ് ഞാൻ. അന ബൈത്തുൽ ഹൗൻ, പേടിപ്പിക്കുന്ന ഭവനമാണ് ഞാൻ. അന ബൈത്തുൽ നാർ, തീയുടെ ഭവനമാണ് ഞാൻ. ഇതാണ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ടിട്ടില്ലേ? ബാ കാട്ടിത്തരാം. അതിന്റെ അർത്ഥം ഞാൻ ആ പാട്ടിനെ അങ്ങനെയാണ് മാറ്റുന്നത്. ബാ ആണാണെങ്കിൽ ബാ, പെണ്ണാണെങ്കിൽ ബാ. ആണിനോടും വിളിച്ചു പറയുന്നുണ്ട്, പെണ്ണിനോടും വിളിച്ചു പറയുന്നുണ്ട്. കാണിച്ചു തരാം. ബാ. എന്നെ നിഷേധിക്കുന്നവൻ എന്റെ അരികിലേക്ക് വാ, ആണായിട്ട് വാ, പെണ്ണായിട്ട് വാ, അവൻ എന്റെ തനി സ്വഭാവം കാണും. ഖബർ വിളിച്ചു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി. ഞാൻ വെറുതെ ഉണ്ടാക്കി പറയല്ല. ഖബർ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാന്ന് വിളിക്കാണ് ഖബർ. ഇന്നലിൽ ഖബരി ലിസാന, നമ്മളെ പോലെ ഖബറിന് നാവുണ്ട്. ഈ ഖബറിന്റെ ഓരത്തു കൂടെ നടന്നു പോകുന്ന മനുഷ്യർ അത് മനസ്സിലാക്കുന്നുണ്ട്. ഖബറാളി അറിയുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട്. ഖബറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോൾ ആരാണ് എന്റെ ഖബറിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതെന്ന് ആ ഖബറാളികൾക്കറിയാം. അവർ കാണും. വാപ്പാന്റെ ഖബറിന്റെ അരികത്തുകൂടെ പോയിട്ട് സലാം പറയാതെ ദുആ ചെയ്യാതെ പോയാൽ ആ വാപ്പ ഖബറിൽ കിടന്ന് ഖേദിച്ചുകൊണ്ട് അവനെതിരെ ശാപപ്രാർത്ഥന നടത്തും. എന്റെ ഖബറിന്റെ ഓരത്തുകൂടെ പോയിട്ട് എനിക്കെതിരെ ഒന്ന് സലാം പറയുകയോ ദുആ ചെയ്യാതെയോ പോകുന്ന നീചനായ മനുഷ്യ. നാളെ ഉണ്ടാകും സംഭവം. ഹദീസുകൾ ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ നിർത്തി തരാം. ഖബറിന്റെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഖബറിലെ മഹാ അത്ഭുതങ്ങൾ സംസാരിക്കുന്നതും സലാം പറയുന്നതും ഒക്കെ അവർ കേൾക്കും. കേട്ടവർ മറുപടി പറയും. എന്തിനിപ്പോൾ കൂടുതൽ പ്രസംഗം? നമുക്ക് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് വേണ്ടത്. ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി. അല്പം മതി. അല്പം കഴിച്ചാലും നല്ല ഭക്ഷണം കഴിക്കും. വെറുതെ വാരി വലിച്ച് തിന്നേണ്ട കാര്യമില്ല. അല്പം കഴിച്ചാൽ മതി. ഉള്ളത് നമ്മൾ ചെയ്യാം. സഹാബാക്കളെ അപേക്ഷിച്ച് സഹാബാക്കൾ ഒരു 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്ത് അനുസരിച്ച് അമൽ ചെയ്തിട്ട് അടുത്ത 11ാമതൊരു ആയത്ത് പഠിക്കാറുള്ളൂ സഹാബാക്കൾ. നമ്മളങ്ങനല്ല. നമ്മളെല്ലാം ഇപ്പൊ അറിഞ്ഞു മനസ്സിലാക്കി. അമലില്ലാത്ത ഒരൊറ്റ കുറവേ ഉള്ളൂ. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ,
അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾ ചെറുപ്പക്കാർ മരിക്കാറായി കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ഇബ്ലീസ് വരുന്ന വരവാണ്. പാപ്പാന്റെ കോലത്തിൽ ഇബ്ലീസ് വലതുഭാഗത്ത്, ഉമ്മാന്റെ കോലത്തിൽ ശൈത്താൻ ഇടതുഭാഗത്ത്. ഇബ്ലീസ് ഒന്ന്, ശൈത്താൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇബ്ലീസ് ഷെയ്ഖ്, ശൈത്താങ്ങളെല്ലാം മുരീദന്മാര്, ഇഷ്ടം പോലെ ഉണ്ട് സംഭവം. അപ്പൊ ഇബ്ലീസ് വലതുഭാഗത്ത് നിൽക്കും വാപ്പാന്റെ കോലത്തിൽ, ഉമ്മാന്റെ കോലത്തിൽ ശൈത്താൻ ഇടതുഭാഗത്ത് വന്നിങ്ങനെ നിന്നിട്ട് ഉമ്മാന്റെ കോലത്തിൽ വന്ന് നിന്നുകൊണ്ട് ഇവനോട് പറയും, യാ ബുനയ്യ മകനേ കാന ബത്നീ ലക വിആ വസദീ ലക സിഖാ വഫഖ്ദീ ലക വിതാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യ, അവന്റെ ഇടതുഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് പിശാച് പറയുകയാണ്, ശൈത്താൻ പറയുകയാണ്, ഉമ്മാന്റെ കോലത്തിൽ വന്ന് നിന്ന് തന്റെ മകനോട് പറയുന്ന പോലെ പറയുകയാണ്, യാ ബുനയ്യ മകനേ കാന ബത്നീ ലക വിആ, എന്റെ വയറ് നിനക്ക് സംരക്ഷണ കേന്ദ്രമായിരുന്നില്ലേ? ഈ 10 മാസ കാലയളവിൽ നിന്നെ സൂക്ഷിച്ച ഗേഹമല്ലേ മകനെ എന്റെ വയറ്. വകാന സബീലക സിഖാ, എന്റെ മാറിടം നിനക്ക് പാനപാത്രമായിരുന്നില്ലേ മകനെ? നീ വിശന്ന് കരയുമ്പോ, നിന്റെ തൊണ്ട വരണ്ടു പോകുമ്പോ, നിന്റെ ചുണ്ട ഉണങ്ങുമ്പോ എന്റെ മാറിടം നിനക്ക് വേണ്ടി സമർപ്പിച്ചില്ലേ? വകാന സദീലക സിഖാ, എന്റെ മാറിടം നിന്റെ പാനപാത്രമായിരുന്നില്ലേ മകനെ? വകാന ഫഖ്ദീ ലക വിതാ, നീ കരയുമ്പോ എന്റെ 2 തുടയുടെ മുകളിൽ നിന്നെ തൊട്ടിൽ പോലെ ഇട്ട് ഞാൻ താരാട്ട് പാടിയില്ലേ മകനെ? നിന്റെ ഉമ്മാന്റെ ആഗ്രഹമാണ് മകനെ മുത്തഅലാ ദീനിൻ നസാറാ വഹുവ ഖൈറുൽ അദിയാൻ. മോനെ, നിന്റെ ഉമ്മ നസ്രാണിയുടെ മതത്തിലാണടാ ജീവിച്ചു മരിച്ചത്. എന്റെ മകനായ നിന്നോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാ. അതുകൊണ്ട് മകനെ മുത്തഅലാ ദീനിൻ നസാറാ, നസ്രാണിയുടെ മതത്തിൽ നീ മരിക്കണേ, മരിക്കണേ. വഹുവ ഖൈറുൽ അദിയാൻ, ഏറ്റവും ശ്രേഷ്ഠമായ മതം, ഏറ്റവും ഉത്കൃഷ്ടമായ മതം ആ നസ്രാണി മതമാണ് മകനെ. ആ മതത്തിന്റെ പിൻഗാമിയായി, അനുയായിയായി നീ മരണപ്പെടണമേ. സാലിഹീങ്ങളായ മനുഷ്യനെ തകർക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കുമ്പോഴാണ് മലക്കുൽ മൗത്തും അനുയായികളും താഴേക്ക് ഇറങ്ങി വരുന്നത്. ദനാ മിൻഹു മലക്കുൽ മൗത്ത് വദഫഅ അൻഹു ശൈത്താൻ. മലക്കുൽ മൗത്തിന്റെ വരവ് കാണുമ്പോൾ പിശാച് അവരെ കണ്ടിട്ട് ഓടും, പിശാച് അവരെ കണ്ടിട്ട് ഓടും. അല്ലാഹു ആ മരണം നമുക്ക് നസീബാക്കട്ടെ. അങ്ങനെ ആ സാലിഹീങ്ങളെ കളിപ്പിക്കാൻ നടക്കൂല, ഈമാനുള്ളവരെ പറ്റിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ആരൊരാൾക്ക് നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ കാണണമോ, അവനെ കണ്ട് അനുഗ്രഹം വാങ്ങണമോ, അവന്റെ പ്രതാപത്തെയും അവന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ നിനക്ക് സുജൂദ് ചെയ്യണമോ, ഫൽയഅമൽ അമലൻ സാലിഹാ, സാലിഹായ കർമ്മങ്ങൾ ചെയ്യണമേ. വലാ യുശ്രിക് ബില്ലാഹി അഹദാ, ഒരു കാരണവശാലും അല്ലാഹ്ക്ക് എതിര് പ്രവർത്തിക്കരുതേ, എതിര് പ്രവർത്തിക്കരുതേ. അല്ലാഹുവിന്റെ ഫാൻസുകളാകണമേ, മനുഷ്യന്മാരുടെ ഫാൻസുകൾ ആകരുതേ. ഖുർആൻ, ഖുർആൻ അള്ളാന്റെ ഫാൻസ് ആയി ജീവിച്ചു മരിച്ചോളി, എങ്കിൽ രക്ഷ. മറ്റുള്ളവരുടെ ഫാൻസ് ആയാൽ അവനോടൊപ്പം നാളെ നരകത്തിൽ പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമത്തെ പാപമാണ് അൽ ഇശ്റാഖു ബില്ലാഹ്. വൻപാപങ്ങളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അതിൽ നമ്പർ 1 ഒന്നാമത്തെ പാഠമാണ് അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിക്കുക, അള്ളാഹ്ക്ക് എതിരെ പ്രവർത്തിക്കുക. ആ എതിരുണ്ടാകാതിരിക്കാൻ
കൃത്യമായി നമസ്കരിക്കണേ, നമസ്കരിക്കണേ, നമസ്കരിക്കണേ. സുബ്ഹിയുടെ നമസ്കാരം മുടക്കരുത്, സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കരുത്. അതിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഇഷ്ടപ്പെടുമത്രേ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബി അക്ബറിൽ കബായിർ. വൻപാപങ്ങളുടെ പട്ടികകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കട്ടെയോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അറിയിച്ചു തന്നാലും നബിയേ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കലോ അടിക്കലോ തെറി പറയുകയോ ചെയ്യലോ മാത്രമല്ല. ഇടിക്കലോ അടിക്കലോ തെറി പറയുകയോ ചെയ്യത് മാത്രമല്ല ഉഖൂഖുൽ വാലിദൈൻ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൻഭാവങ്ങളിൽപ്പെട്ട കാര്യമാണല്ലോ ഈ മാതാപിതാക്കളെ ഇടങ്ങേറാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യം അവരോട് നിറവേറ്റി കൊടുക്കണം. ആ സത്യത്തിന് എതിര് നിൽക്കുന്നവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണ്. വല്ലാഹി സത്യം, ഞാൻ കളിക്കാൻ പോയിട്ടില്ല ഉമ്മ, അവൻ കളി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവൻ കളി കഴിഞ്ഞിട്ട് വല്ലാഹി സത്യം ഞാൻ ഫുട്ബോൾ കാണാൻ പോയിട്ടില്ല ഉമ്മ, വല്ലാഹി സത്യം ഞാൻ സീരിയൽ കണ്ടിട്ടില്ല ഉമ്മ, അല്ലാഹുവാണ് സത്യം ഞാൻ നിസ്കരിച്ചു ഉമ്മ, നിസ്കരിച്ചിട്ടില്ല. എത്ര തെറ്റാ കള്ളസത്യം ചെയ്യുന്നത്, വലിയ അത് മൻഭാവ. അലാ വഖൗലു സൂർ വശഹാദതു സൂർ. കള്ളസത്യം ചെയ്യൽ പാവമാണ്, ചെറിയ പാവമല്ല, വൻപാവമാ. ഒന്നുകിൽ അവനെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് 80 അടി അടിക്കട്ടെ, അതല്ലെങ്കിൽ അവൻ 3 നോമ്പ് അവൻ നോറ്റുകൊള്ളട്ടെ. 3 നോമ്പ് കള്ളസത്യം ചെയ്തേനെ. കള്ളസത്യം ചെയ്യരുത്, ഉപ്പയോടായാലും ഉമ്മയോടായാലും. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇദാ ഖസമ അലൈഹിമാ ലം യബറഹുമാ. അവരോട് ചെയ്ത ആ സത്യമുണ്ടല്ലോ, ആ സത്യത്തെ യാഥാർത്ഥ്യമാക്കണം. ആ സത്യത്തിന് എതിരെ പ്രവർത്തിച്ചാൽ അവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനായി. വൈദാ സഅലക വലം യുതി ലഹുമാ. മാതാപിതാക്കൾ രണ്ടുപേരും നിന്നോട് വല്ലതും ആവശ്യപ്പെട്ടാൽ അവർക്കത് കൊടുക്കാതിരുന്നാൽ അവരെ നീ വേദനിപ്പിച്ചവനാണെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു. 10 റുപ്യ താ, ഒരു 1000 റുപ്യ മോനെ, ഒരു 1000 റുപ്യ താ, 2000 റുപ്യ താ, ഒരു 500 റുപ്യ താ, ഈ ഗുളിക വാങ്ങിക്കൊണ്ടുവാ, ഈ മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. വാപ്പ ഉമ്മ നിന്നോട് പറഞ്ഞു, എന്നിട്ട് നീ അത് സാധിച്ചു കൊടുത്തിട്ടില്ല, നീ തെറി പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല, നീ അങ്ങനെ ചെയ്തില്ല. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് എതിര് പ്രവർത്തിക്കുന്നതിന് നീ ഇത് കാരണമായാൽ തീർച്ചയായും നീ ആരായി? വൻഭാവം ചെയ്തവനായി. മാതാപിതാക്കളെ വേദനിപ്പിക്കൽ വൻഭാവം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞതായി കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാതാപിതാക്കൾ നിന്നോട് ഏതെങ്കിലും വസ്തുക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ടോ, അതവർ ചോദിക്കുമ്പോൾ നിങ്ങൾ മടക്കി കൊടുക്കണേ. അതിൽ വീഴ്ച വരുത്തിയാൽ മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചവരായി പോകും. അതിന്റെ പേരിൽ നാളെ ആഖിറം നിങ്ങൾക്ക് നഷ്ടമാ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു. നമ്മളോട് ഉപ്പയോ ഉമ്മയോ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്വത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ചോദിച്ചാൽ മടക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ മാതാപിതാക്കളെ വേദനിപ്പിച്ചവന്റെ പട്ടികയിൽ നിന്നെ അള്ളാഹു കൊണ്ടു നിർത്തും. അവിടെ ശിക്ഷയാണ്, വൻപാപമാണ് മാതാപിതാവിനെ വേദനിപ്പിക്കൽ. അതാണ്, ചോദിച്ചാൽ കൊടുക്കണം, അവരോട് സത്യം ചെയ്താൽ അത് നിറവേറ്റണം. വല്ല ഉത്തരവാദിത്തപ്പെട്ട സാധനങ്ങൾ നിന്നെ ഏൽപ്പിച്ചാൽ അത് കറക്റ്റായിട്ട് അത് മടക്കി കൊടുക്കണം. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല മാതാപിതാക്കളെ തെറി പറയൽ മാത്രമല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിലെ ഏറ്റവും വലിയ പാപമാണ്
ശതമുർറജുലി വാലിദൈ, ഒരാൾ തന്റെ ഉമ്മയെയോ ഉപ്പയെയോ തെറി പറയുകയാ. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ ഹൽ യശ്തിമുർറജുലു വാലിദൈ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറി പറയുമോ നബിയേ? ആരെങ്കിലും തെറി പറയുമോ നബിയേ? വാപ്പയും ഉമ്മയും ആരെങ്കിലും തെറി പറയോ? അസഭ്യം പറയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യസുബ്ബു അബാഹു ഫയസുബ്ബു അബാഹു ഫയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു കമാ ഖാല റസൂലുള്ളാഹി. ഒരാൾ തന്റെ ഉപ്പയ്ക്ക് ചേർത്ത് വിളിച്ചാൽ അവനും അവന്റെ ഉപ്പയെ ചേർത്ത് വിളിക്കും. ഒരാൾ തന്റെ ഉമ്മയെ ചേർത്ത് വിളിച്ചാൽ അവനും തന്റെ ഉമ്മയെ ചേർത്ത് വിളിക്കും. നിന്റെ ഉപ്പയാണടാ ചെയ്തത്, നിന്റെ ഉപ്പയാണാ ചെയ്തത്, നിന്റെ ഉമ്മയാടാ, നിന്റെ ഉമ്മയാടാ, അങ്ങോട്ട് രണ്ടുപേർക്കായില്ലേ. ഉപ്പ ചിലപ്പോൾ മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ കുഴലിട്ടിട്ട് കിടക്കുകയായിരിക്കും. ആ ഉപ്പാക്ക് ഇവിടെ നിന്ന് മകൻ കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നിന്റെ ഉപ്പ നിന്റെ ഉമ്മ. തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, അങ്ങനെ തന്നെ പറയാം. തന്ത തള്ള എന്നൊക്കെ പറയാം, ഇച്ചിരി മോശമായ വാക്ക് നമ്മുടെ നാട്ടിൽ പറയും. തമിഴ്നാട്ടിൽ തന്ത എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസ്സരം വാപ്പായ വിളിക്കുന്ന പേരാ. ഗണ്യമിகு ആസിரியர் തന്തൈ അവர்களுக்கு മാണവൻ എഴുതും കടിതം എന്നൊക്കെ പറഞ്ഞിട്ട്, തന്തൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനത്തോടു കൂടി വാപ്പായ വിളിക്കുന്ന പേരാണ്. എൻ തന്തൈ അവർകൾ, എൻ തായാർ അവർകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്തൈ തായാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഹത്വത്തോട് വിളിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ തന്തേന്നങ്ങനെ വിളിച്ചാൽ അതിന്റെ പല്ലൊന്നും കാണൂല വായി സംഭവം. അങ്ങനെ വിളിക്കൽ വൻഭാവമാണ്, 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 വൻഭാവമാണ്. ഇന്ന് മക്കള് മാതാപിതാക്കളെ തെറി പറയും. അല്ലാഹ്, പാവം, കഷ്ടം. മാതാപിതാക്കളെ തെറി പറയും. മാതാപിതാക്കൾ ഇദാ മാത ഇദാ ദുഫിന ഖവാലിദൈ അസറഹുൽ ഖബറു ഹത്താ തഖ്തലിഫ ഫീഹി അളലാഉഹു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാവിനെയോ പിതാവിനെയോ തെറി പറഞ്ഞവൻ, വേദനിപ്പിച്ചവൻ, പീഡിപ്പിച്ചവൻ, അടിച്ചവൻ, ആക്രോശിച്ചവൻ, ആക്ഷേപിച്ചവൻ, അധിക്ഷേപിച്ചവൻ, അപരാധം പറഞ്ഞവന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവയ്ക്കപ്പെട്ടാൽ അസറഹുൽ ഖബറു ഹത്താ തഖ്തലിഫ ഫീഹി അളലാഉഹു, അവനെ ഖബർ ഞെരുക്കി കളയും, അവനെ പിഴിഞ്ഞെടുക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അവന്റെ വാരിയല്ലുകൾ കോർക്കത്തക്ക നിലയിൽ അവനെ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാവിനെ വേദനിപ്പിച്ചവൻ, ഇനി എത്ര മുസ്ലിയായാലും തങ്ങളായാലും ഔലിയായാലും ആരായാലും, വാപ്പായും ഉമ്മായും വേദനിപ്പിച്ചിട്ട് ഖബറിലേക്ക് പോകാൻ അവന്റെ ഖബർ ഞെരുക്കി പിഴിയ. അസീർ, അസീറാത്ത്, ജ്യൂസുകൾ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കരിമ്പിന്റെ കണ്ടില്ലേ, ആ കരിമ്പിന്റെ കോലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇതേപോലെ ഖബർ പിഴിഞ്ഞെടുക്കും. ഉപ്പയും ഉമ്മയും വേദനിപ്പിച്ചവൻ വൻപാവമാണ്. വൻപാപം, വൻപാപം, ചെറിയ പാവം അല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ഔഹല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. യാ മൂസാ വഖിർ വാലിദൈ, ഏ മൂസാ, മാതാപിതാക്കളെ, നിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണേ, ആദരിക്കണേ, ബഹുമാനിക്കണേ, ആദരിക്കണേ. ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വമൻ വഖറ വാലിദൈ മദത്തു ലഹു ഫീ ഉംരിഹി വവഹബതു ലഹു വലദൈ യുവഖിറുഹു. ആരൊരാൾ മാതാപിതാക്കളെ ബഹുമാനിച്ചുവോ, ആദരിച്ചുവോ, സഹായിച്ചുവോ, ഏ മൂസാ, അവർക്ക് ഞാൻ സന്താനങ്ങളെ നൽകും. ആ സന്താനം ആ മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല മൂസാ മദത്തുഹു ഫീ ഉംരിഹി, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരുടെ ആയുസ്സ് നാം അധികരിപ്പിച്ചു കൊടുക്കും. മൂസാ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിന്റെ ആയുസ് അധികരിക്കും, ആയുസ് അധികരിക്കും. ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മടങ്ങിപ്പോയി. എന്തേ റൂഹിനെ പിടിക്കാത്തത്? അദ്ദേഹം മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ്. മദത്തുലഹു ഫീ ഉംരിഹി, അവന്റെ ഉംർ, അവന്റെ വയസ്സ് ഞാൻ അധികരിപ്പിച്ചു കൊടുക്കും. വാപ്പാക്കും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നവൻ.
യാ മൂസ, ഏ മൂസ, മാതാപിതാക്കളെ വേദനിപ്പിക്കരുതേ. മൻ അഖവാലിദൈ, ആരൊരാൾ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ വവഹബ്തു ലഹു വലദൻ യുഅഖിഹി വഖസർതു ലഹു ഫീ ഉംരിഹി, ആരൊരാൾ തന്റെ ഉമ്മയെ ഉപ്പയെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവന്റെ ആയുസ് നാം കുറച്ചു കളയും മൂസ. അവന് നാം മക്കളെ നൽകും, ആ മക്കൾ ആ മാതാപിതാക്കളെ വേദനിപ്പിക്കും മൂസ. അങ്ങനെയുള്ള തെമ്മാടികളായ മക്കളെ നാം അവർക്ക് സമ്മാനിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ നമ്മുടെ മക്കൾ ഭാവിയിൽ നമ്മളെ വേദനിപ്പിക്കും. അല്ലാഹു പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇലാ മൂസ, അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത സത്യമാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അള്ളാഹു വെറുതെ വിടൂല, നമ്മുടെ മക്കളെ നമ്മളെ വേദനിപ്പിക്കും. യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. മാത്രമല്ല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുന്ന സാധനം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫർള് ഐനായ കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താ ഹദീസ് കേൾക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ബാക്കിയൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറയുന്നെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നാളെ വരൂല. അത് കേട്ട് കഴിഞ്ഞാൽ നാളെ അതനുസരിച്ച് അമൽ ചെയ്യണമല്ലോ. അതാണ് ഞാൻ പറയുന്നില്ല. കേട്ടാൽ നല്ലത്, കേട്ട് നമ്മൾ തൗബ ചെയ്താൽ നാളെ നമുക്ക് രക്ഷപ്പെടാം. കേൾക്കാതെ വീണ്ടും പഴയ പടിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ നാളെ നരകം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖബർ അള്ളാഹു ശാന്തമാക്കി തരുമാറാകട്ടെ. വല്ലാത്ത സംഭവമാണ് ഖബർ, വല്ലാത്ത സംഭവമാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് കുറേ നാളുടെ ഖബറും മരണം, എവിടെ ചെന്നാലും വിഷയം ഖബർ, മരണം, മഹ്ശർ. ഇതിനു വേണ്ടി ഇപ്പോൾ ഒരിടത്ത് പ്രസംഗിച്ച് അടുത്തടുത്ത് പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ ഹദീസുകൾ തപ്പും ഭയങ്കരമായ വലിയ സംഭവങ്ങൾ. നമുക്ക് തന്നെ പേടിയായിപ്പോയി. എല്ലാ ദിവസവും ഫിക്ര, പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഈ സമുദായം. നമ്മൾ ഓരോ ദിവസം നോക്കും തോറും ഓരോരോ സംഭവങ്ങളാണ്. സവാജിർ എന്ന കിതാബ് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ തെറ്റുകൾ ചെയ്തവരെല്ലാം നരകത്തിൽ. അങ്ങനെ നോക്കിയാൽ നമ്മൾ ആരും ഇല്ല, ആർക്കും കിട്ടൂല സ്വർഗത്തിൽ. അത് ഭയങ്കര സംഭവങ്ങളാണ്. ബുഹത്താനൊക്കെ പറഞ്ഞവർ അത് സംഭവം കിതാബൊന്ന് വായിച്ചു നോക്കണം. അതാർക്കും പിന്നെ നമുക്കൊന്നും രക്ഷയില്ല. അത് വായിച്ചിട്ട് നമ്മൾ ആകെ ഇടങ്ങറിലായിരിക്കുകയാണ്. രക്ഷയില്ലെന്ന്. നമ്മൾ വെറുതെ തൊപ്പി ഷാളൊക്കെ വേസ്റ്റ്, ഇതൊക്കെ വെറുതെ ആയിപ്പോവും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ഒരു ദുആയും ഇതേപോലുള്ള സദസ്സും അല്ലാതെ നമുക്ക് മറ്റ് വഴിയില്ല. അള്ളാഹു ഇതിൻ്റെ പേരിൽ മഹാന്മാരെയൊക്കെ ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് പുറത്ത് തന്നാലായി. അൽഹംദുലില്ലാഹ്. ആ ഒരു പ്രതീക്ഷയോടുകൂടി ഇരുന്നോളി. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ഞാനും പ്രസംഗിക്കുന്നത്. ആ ഒരു ആഗ്രഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ 15 പേരിരുന്നപ്പോൾ നമ്മുടെ ഇതിൻ്റെ സംഘാടകർ മമ്മയിച്ച വന്നിട്ട് പറഞ്ഞ ആളില്ല ഉസ്താദ്, നിസ്കരിച്ചിട്ട് വന്ന് പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് ആൾ വേണ്ട, എനിക്ക് 10 പേര് മതി. അൽഹംദുലില്ലാഹ്. എനിക്ക് 10 പേര് 10,000 പേരുടെ സ്ഥാനത്താണ്. 2000-3000 പേര് കൂടിയിട്ട് ആരും വാളിനെ ഉൾക്കൊള്ളാതെ പോകുന്നതിനേക്കാളും നല്ലത് 10 പേര് ഇരുന്നിട്ട് വാൾ ഉൾക്കൊണ്ട് പോകുന്നതാണ് ഖൈർ, അല്ലേ? ഇൽമെന്ന് പറയുന്ന സാധനം വരുന്നവർക്ക് കൊടുക്കാനുള്ള, വിളമ്പാനുള്ള സാധനമാണ്. വരാത്തവരെ വലിച്ചിരുത്തി വിളമ്പിക്കേണ്ട കാര്യമില്ല. താല്പര്യപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുക്കുക, നമുക്ക് പരസ്പരം കൈമാറാം. എന്നിട്ട് നാളെ ആഖിറത്തെ നമുക്ക് വാങ്ങാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയം എടുക്കണം. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 3 കൂട്ടരെ കടാശിക്കുകയില്ല. സലാസത്തുൻ 3 കൂട്ടർ. ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യുതഹിറുഹും ഇബാദും മിനൽ ഇബാദ്. അല്ലാഹുവിന്റെ ദാസന്മാരിൽ ചില ദാസന്മാരുണ്ടത്രേ. ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യുതഹിറുഹും. അവരോട് അല്ലാഹു നാളെ ആഖിറത്തിൽ സംസാരിക്കുകയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല. അല്ലാഹു അവരെ കടാശിക്കുക പോലുമില്ല. അവർ നരകകുണ്ടാരത്തിലാണ്. ഒന്നാമത് അൽ മുതബർരിഉ മിൻ വാലിദൈഹി റഗ്ബതൻ അൻഹുമാ.
മാതാപിതാക്കളെ ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞുപോയി താമസിക്കുന്നവരെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവരെ കടാശിക്കുകയേ ഇല്ല. മാതാപിതാക്കളുടെ കൂടെ കഴിഞ്ഞിട്ട് കെട്ടിയോളെ കിട്ടിയപ്പോൾ കെട്ടിയോളുടെ വീട്ടിൽ പോയി അവിടെ സ്ഥലം പോലെ വാങ്ങിയിട്ട് ജാഗ വാങ്ങിയിട്ട് അവിടെ വീടും വെച്ചിട്ട് ഓടെ കൂടെ തന്നെ അവിടെ താമസിക്കുക. ഓടെ കൂടെ തന്നെ അവിടെ താമസിച്ചോ. ഇവിടെ വാപ്പ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് അവർ കഴിയാണ്. ഓൻ വല്ലപ്പോഴും അതിലൂടെയൊക്കെ പോകുമ്പോൾ 2 റുപ്യയുടെ സമൂസ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു 50 റുപ്യയും കൊടുത്തിട്ട് വേണം. ഡോക്ടർ ഫീസ് 250 റുപ്യയ. 50 റുപ്യക്ക് 10 പാരസെറ്റമോൾ പോലും കിട്ടൂല. എക്സ്പയർ ആയ പാരസെറ്റമോൾ കിട്ടും. അത് തന്നെ കഴിച്ചോട്ടെ. ഉമ്മ പെട്ടെന്ന് എക്സ്പയർ ആയി കിട്ടിയ അത്രയും നല്ലതല്ലേ? അതല്ലേ സംഭവം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പൂഴ്ത്തി വെക്കും, എന്നിട്ട് പുതിയ സാധനം കൊണ്ടുവരും. എക്സ്പയർ ഡേറ്റ് നോക്കൂല. നോക്കിയിട്ട് എക്സ്പയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സ്പയർ ആയ വയസ്സനായ വാപ്പാക്കും വയസ്സായ ഉമ്മാക്കും സ്പ്രേ നല്ലതടിച്ചോ പാവോ അവർക്കും എല്ലാം അറിയോ. അവരിങ്ങനെ നടിക്കും, പിന്നെ ചൊറിഞ്ഞിരിക്കും അവർ. സാധനം എക്സ്പയർ ആയിട്ട് മനസ്സിലാക്കണം. മാതാപിതാക്കളെ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ നാളെ അള്ളാഹ് സംസാരിക്കാത്ത 3 കൂട്ടർ. വാപ്പായെയും ഉമ്മായെയും ഇഷ്ടമില്ലാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി താമസിക്കുന്നവർ. അല്ലാഹു അത്ര വലിയ തെറ്റാണ്. അൽ മുത്തബർരി റഗ്ബതൻ അൻഹാ, അവരിൽ നിന്ന് ഇഷ്ടമില്ലാതെ ഒഴിഞ്ഞു പോകുന്നവർ. പോകരുതേ, ഒഴിഞ്ഞു പോകരുതേ, ഒഴിഞ്ഞു പോകരുതേ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാതാപിതാക്കളെ ഇഷ്ടപ്പെടാൻ അവരെ സ്വീകരിക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലനൗമുക അലാ സരീറതി അബീക വ ഉമ്മിക വതുൽഹികുഹുമാ കജിഹാദിൻ ഫീ സബീലില്ലാഹ് കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ ഉമ്മയോടോ ഉപ്പയോടോ ഒപ്പം നീ കട്ടിലിൽ കിടന്ന് ഉറങ്ങലോ ഇരിക്കലോ, അങ്ങനെ ഇരുന്നു കൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കലോ അവരെ ഒന്ന് ചിരിപ്പിക്കലോ അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തവനെ പോലെയാണ്. വാപ്പാന്റെ ഉമ്മാന്റെ ആ കസേരയിൽ വാപ്പാന്റെ ഉമ്മാന്റെ കട്ടിലിൽ പോയിട്ടൊന്ന് ഇരുന്നിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അവരുടെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുകയോ അവർക്ക് ഒന്ന് സന്തോഷ വർത്തമാനം പറയുകയോ ചെയ്യൽ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത കൂലി. മറ്റൊരു ഹദീസിൽ കാണാം, ഉമ്മാന്റെ 2 കണ്ണിന്റെ ഇടയിൽ ആരൊരാൾ ചുംബിച്ചുവോ കാനലഹു സിത്റം മിനന്നാർ വഹിജാബം മിനന്നാർ. മാതാവിന്റെ 2 കണ്ണിന്റെ ഇടയിൽ ആ നെറ്റിത്തടത്തിൽ ചുംബിച്ച മകനെ നാളെ നരകത്തിന്റെ മറയായി ആ ചുംബനം ഓടിയെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താ സംഭവം? വയസ്സായ ഉമ്മായെ വയസ്സനായ ഉപ്പായെ ഒന്ന് ചുംബിച്ചോ, പോയി ഒന്ന് ചുംബിച്ചോളി. നാളെ സ്വർഗത്ത് ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നബിയിന റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ ഒരു ചെറുപ്പക്കാരനായ സഹാബി വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ ഉമ്മാക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല ഹബീബേ. എന്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞാനല്ലാതെ മറ്റാരുമില്ല നബിയേ. എനിക്കോ അല്ലാഹുവിന്റെ ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളി കേട്ടപാടെ എന്റെ ഉമ്മാന്റെ ഖിദ്മത്തുകൾ മാറ്റിവെച്ചുകൊണ്ട് ജിഹാദിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. ഉബായിഉക യാ റസൂലല്ലാഹ്, അവിടുത്തെ കൈക്ക് പിടിച്ച് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, ഇൽസം റിജ്ലഹാ ഫസമ്മൽ ജന്ന. മടങ്ങിപ്പോകൂ, മടങ്ങിപ്പോകൂ. നിന്റെ ഉമ്മയെ നീ കരയിച്ചതുപോലെ ആ ഉമ്മയെ നീ ചിരിപ്പിക്കോ സഹോദര. ആ ഉമ്മാന്റെ കാൽക്കൽ വീഴൂ. ഫൽസം റിജ്ലൈഹാ, ആ ഉമ്മാന്റെ കാലിൽ പിടിക്കൂ മകനെ. ഫസമ്മൽ ജന്ന, സ്വർഗം നിനക്ക് വാജിബാണ്, വാജിബാണ്. പോയി ചിരിപ്പിക്കൂ, അത് മതി. നീ ജിഹാദ് ചെയ്തതിന്റെ കൂലിയാണ്. മടങ്ങിപ്പോ. വാപ്പ ഉമ്മ അങ്ങോട്ട് പോയിക്കൊള്ളാൻ. മാതാപിതാക്കളുടെ പരിസരത്ത് നിന്ന് മാറി താമസിക്കുന്നവൻ. അതേപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് ചൊടി കാണും. ചൊടി മക്കളോട് അങ്ങനെയും കാണും. അങ്ങനെയുള്ള എല്ലാ മക്കളോടും
മാതാപിതാക്കൾക്ക് നീതിയില്ല. അങ്ങനത്തെ മാതാപിതാക്കളുണ്ട്. ഇഅ്ദിലൂ ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നീതി കാണിക്കണേ. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി ഖും ബിനാ നസൂറുൽ ഖുറബ, വാ എഴുന്നേറ്റ് വാ, നമുക്ക് ഖുറബാക്കളെ പോയി കണ്ടിട്ട് വരാം. സഹാബാക്കളെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിക്കും, ഒമനുൽ ഖുറബാ യാ റസൂലല്ലാഹ്, ആരാ ഖുറബാക്കൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന വലിയൊരു സംഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ പറഞ്ഞിട്ട് 2-3 വിഷയങ്ങൾ നാളെ പറയേണ്ടതുണ്ട്. അല്ലാഹു റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ തമ്പുരാനെ, ഈ സദസ്സിനെ നിസ്വീകരിക്കണേ അല്ലാഹുവേ, കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ കേട്ടതും പറഞ്ഞതും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാഗത്ത് നിന്നോ പ്രഭാഷണത്തിൽ നിന്നോ വല്ല അപാകതകളോ ന്യൂനതകളോ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ അല്ലാഹുവേ. ദുആ നീ സ്വീകരിക്കുക റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുന്ന മാതാക്കൾ, പിതാക്കൾ, അല്ലാഹുവേ അവർക്ക് പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ വേദന കാണുമ്പോൾ, അവരുടെ നിലവിളി കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പടച്ച റബ്ബേ, നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ഈ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ പാതകളെ പിൻപറ്റിക്കൊണ്ട് സൽസ്വഭാവിയായി സദ്വൃത്തനായി ജീവിച്ച് കലിമ ചൊല്ലി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ സൗഭാഗ്യം ഞങ്ങൾക്ക് നസീബാക്കണേ തമ്പുരാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാളെ പോലും നരകത്തിൻ്റെ അവകാശിയാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരാക്കണേ അല്ലാഹ്. ഈമാനുള്ളവരാക്കി ജീവിപ്പിച്ച് ഈമാനോടെ മരിപ്പിക്കണേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله